ഇന്ന് നമ്മൾ പ്രോഗ്രാമിംഗ് പാരഡിഗത്തിന്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ഇന്റർഫേസസ് ആണ് നോക്കുന്നത്. നമ്മൾ ഇതുവരെ എങ്ങനെ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതാം, അത് എങ്ങനെയാണ് ക്ലാസ്, അതിന്റെ കൺസ്ട്രക്ടേഴ്സ്, പിന്നെ ഫങ്ഷൻസ്, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസും പോളിമോർഫിസും അബ്സ്ട്രാക്ഷനും എല്ലാം നോക്കി. ഇനി ഇന്റർഫേസ്, എന്തിനാണ് നമ്മൾ ഈ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത്? അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇൻഹെറിറ്റൻസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഏതൊക്കെയാണ്? സിമ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, പിന്നെ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. അങ്ങനെ 3 ഇൻഹെറിറ്റൻസ് ആണ് ജാവ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇൻഹെറിറ്റൻസ് ഇനിയും ഉണ്ട്, മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസും ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും. അതിൽ മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസും ഹൈബ്രിഡും ജാവ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ജാവ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ജാവയിൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് വെച്ചാൽ യൂസിങ് ഇന്റർഫേസസ്. ഓക്കെ, അപ്പം ഇന്റർഫേസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇന്റർഫേസ് എന്ന് പഠിക്കണം. അപ്പൊ ഇന്റർഫേസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും അച്ചീവ് ചെയ്യാം, അതൊരു അബ്സ്ട്രാക്ഷനെയും അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്റർഫേസ്? വാട്ട് ഈസ് ഇന്റർഫേസ്? ഓക്കെ, അപ്പം ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈസ് എ കൈൻഡ് ഓഫ് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ഇത് സിമിലർ ടു ക്ലാസ്സസ് ആണ്. ക്ലാസ്സിന് സിമിലർ ആയിട്ടാണ് ഇന്റർഫേസ് ഇരിക്കുന്നത്, എന്നാൽ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതിന്റെ സ്ട്രക്ചർ എല്ലാം ഏകദേശം സെയിം ആണ് വിത്ത് കമ്പയർഡ് ടു ക്ലാസ്. ഓക്കെ, ഇവിടെ ഇതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇന്റർഫേസ് നെയിം ഉണ്ട്. ഓക്കെ, അപ്പം ഇന്റർഫേസ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇന്റർഫേസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം സിമിലർ ക്ലാസ്സിലാണെങ്കിൽ എന്ത് ചെയ്യും? ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് വെച്ചിട്ട് ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്യും അല്ലെ? അതുപോലെ ഇവിടെ ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കുന്നു, ദെൻ ഇന്റർഫേസിന് നെയിം കൊടുക്കുന്നു. അത്രയാണ് ചെയ്യുന്നത്. എന്താണ് അപ്പൊ ക്ലാസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത്. ക്ലാസ്സിൽ ഒരേ ഒരു ഡിഫറൻസ് അല്ല, 2-3 ഡിഫറൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റിനെയും ഫംഗ്ഷനെയും ഒക്കെ ഡിക്ലെയർ ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇന്റർഫേസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റുകളെയും ഫംഗ്ഷൻസിനെയും വാരിയബിൾസിനെയും എല്ലാം ഓൺലി ഡിക്ലറേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, ഡെഫിനേഷൻ നടക്കുന്നില്ല, ഡിക്ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് ഒരു ഡിഫറൻസ്. ഇനി വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലാസ് നമ്മൾ എപ്പോഴും പബ്ലിക്കോ പ്രൈവറ്റോ പ്രൊട്ടക്റ്റഡോ ആയിട്ട് എഴുതാം. അതായത് ആക്സസ് മോഡിഫയേഴ്സ്, ആ 3 ആക്സസ് മോഡിഫയേഴ്സും ക്ലാസ്സിൽ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിന് യൂസ് ചെയ്യാം. എന്നാൽ ഇന്റർഫേസിൽ എപ്പോഴും ഇന്റർഫേസിൽ യൂസ് ചെയ്യുന്ന ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കും. ഓക്കെ, അങ്ങനെ 1-2 ഡിഫറൻസ് ഒക്കെ ഉള്ളൂ ക്ലാസ്സും ഇന്റർഫേസും ആയിട്ട്. ഓക്കെ, അപ്പം ഈ ഇന്റർഫേസ് എങ്ങനെ ചെയ്യാം, ഇന്റർഫേസ് വെച്ചിട്ട് എങ്ങനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യാം എന്ന് നോക്കാം. അപ്പം ഞാനിവിടെ തന്നിക്കുന്ന പോയിന്റ്സിൽ ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ദ ഇന്റർഫേസ് ഇൻ ജാവ ഈസ് എ മെക്കാനിസം ടു അച്ചീവ് അബ്സ്ട്രാക്ഷൻ. എന്താണ്? അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഇന്റർഫേസ് എന്ന് പറയും. എന്താണ് അബ്സ്ട്രാക്ഷൻ? അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് അബ്സ്ട്രാക്ഷൻ. അതിൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് റെലവെന്റ് കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ ഇന്റർഫേസ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഡിക്ലറേഷൻ പാർട്ട്, അത് ഫംഗ്ഷൻസിന്റെയും ഒബ്ജക്ട്സിന്റെയും ഡിക്ലറേഷൻ പാർട്ട് ഇവിടെ ഇന്റർഫേസിൽ മെൻഷൻ ചെയ്തേക്കും. അതാണ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, there can be only abstract method in the Java interface, not method body. ഓക്കെ, ജാവയുടെ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ജാവ മെത്തേഡിന്റെ ബോഡി ഇവിടെ പറയുന്നില്ല. അത് പ്രത്യേകിച്ച് വേറൊരു ഭാഗത്തായിരിക്കും പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അച്ചീവ് അബ്സ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇൻ ജാവ. അപ്പം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അബ്സ്ട്രാക്ഷനും പിന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെയൊക്കെ അച്ചീവ് ചെയ്യാൻ ഇന്റർഫേസസ് യൂസ് ചെയ്യും. Okay, in other words, you can say that interfaces can have abstract methods and variables. It cannot have a method body. I already said that. Mainly it is used for repetition ആണ്. ഓക്കെ, ലീവ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇന്റർഫേസസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഒരു പ്രോഗ്രാം ഇന്റർഫേസ് വെച്ച് വർക്ക് ആവും എന്ന് നോക്കാം. ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം.
ഇതിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യുന്നതല്ല, ഒരു സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊക്കെയാണ് ഇന്റർഫേസിനെ. ഇവിടെ ഇന്റർഫേസ് എന്ന് പറയുന്നത് പ്രിന്റബിൾ ആണ് ഇവിടുത്തെ ഇന്റർഫേസ്. അതിനകത്ത് ഒരു ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, അതായത് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ പാർട്ടാണ് കിടക്കുന്നത്. പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ആണ്. എന്നാൽ ഈ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ബോഡി പാർട്ട് കിടക്കുന്നത് വേറൊരു ക്ലാസ്സിനകത്താണ്. അതായത് ഈ ക്ലാസ്സിനകത്താണ് ബോഡി ഉള്ളത്, എന്നാൽ ഡിക്ലറേഷൻ പാർട്ട് ഇന്റർഫേസിലാണ്. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്റർഫേസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസിനെ അച്ചീവ് ചെയ്യാണ്. അതായത് ഇന്റർഫേസിൽ നിന്നുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റിസോഴ്സസ് വേറൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. അപ്പം ആ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് യൂസിങ് ദ കീവേഡ് ഇംപ്ലിമെന്റ്സ് ആണ്. ഓക്കെ, ഇംപ്ലിമെന്റ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർഫേസ് എപ്പോഴും കാണിക്കുന്നത്. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ഇൻഹെറിറ്റൻസ് പഠിച്ചപ്പോഴത്തേക്കും അത് ജാവയിൽ ഇൻഹെറിറ്റൻസ് എടുക്കുന്നത് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ട് ബേസ് ക്ലാസ്സിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ചൈൽഡ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും യൂസിങ് കീവേഡ് എക്സ്റ്റെൻസ്. എന്നാൽ ഇവിടെ ഇന്റർഫേസിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഏതാണ് കീവേഡ് വരുന്നത്, ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന ഒരു കീവേഡാണ് വരുന്നത്. ഓക്കെ, ദെൻ അപ്പം ഇംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞ് എടുത്തു കഴിയുമ്പോൾ അതിനർത്ഥം പ്രിന്റബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിനകത്തുള്ള ഡിക്ലറേഷൻ, അതിനകത്ത് ഡിക്ലറേഷൻ പാർട്ടാണുള്ളത്, അതിനകത്തുള്ള ഫംഗ്ഷൻസിന്റെ ബോഡി നമ്മുടെ ക്ലാസ്സിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ അവിടെ പ്രിന്റിന്റെ ഡിക്ലറേഷൻ പാർട്ട് മാത്രമായിരുന്നു ഇന്റർഫേസ് പ്രിന്റബിൾ ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്യുന്നു, A6 എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ജസ്റ്റ് അതിന്റെ ബോഡി കൊടുക്കും. ഓക്കെ, അവിടെ പബ്ലിക് വോയിഡ് പ്രിന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ജസ്റ്റ് ഒരു പ്രിന്റിംഗ് ഓപ്പറേഷൻ ആണ് കൊടുത്തേക്കുന്നത്, ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോഗ്രാം എന്ത് പേരിൽ സേവ് ചെയ്യണം, A6.java എന്ന് സേവ് ചെയ്യണം. കാരണം നമ്മുടെ മെയിൻ മെത്തേഡ് കിടക്കുന്ന ക്ലാസ് ആണ് സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം A6.java എന്നുള്ളതാണ് നമ്മൾ ക്ലാസ് നെയിം, അത് ഫയൽ നെയിം ആയിട്ട് കൊടുക്കുന്നത്. ദെൻ അപ്പം ആദ്യം എന്ത് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഇൻവോക്ക് ആയി. ദെൻ ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, അപ്പോഴത്തേക്കും ഹലോ പ്രിന്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇന്റർഫേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം ആയിരുന്നു ഇത്. അടുത്ത് വേറൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഇവിടെ ഇന്റർഫേസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ആണുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ട്. ഒരു SBI എന്ന് പറയുന്ന ക്ലാസ്, PNB എന്ന് പറയുന്ന ക്ലാസ്, ദെൻ ടെസ്റ്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഇന്റർഫേസ് 2 എന്ന് പറയുന്ന വേറൊരു ക്ലാസ്. അങ്ങനെ 3 ക്ലാസ്സസ് ആൻഡ് 1 ഇന്റർഫേസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എവിടെ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർഫേസ് എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് SBIയും PNBയും ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഇംപ്ലിമെന്റ്സ്. കാരണം അതൊരു ഇന്റർഫേസ് ആയതുകൊണ്ട് നമ്മൾ കീവേഡ് ഇംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഈ പ്രോഗ്രാമിൽ ഏത് ഇൻഹെറിറ്റൻസ് ആണ് അച്ചീവ് ചെയ്യുന്നത്, അതായത് ഒരു ബേസ് ക്ലാസ് ആണുള്ളത്, ബേസ് ക്ലാസ് ആയിട്ട് പറയുന്നത് ഒരു ഇന്റർഫേസ് ആണ്, പിന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ട്. അപ്പം ഒന്നിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഹയറാർക്കിക്കൽ ആണ്, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്. അപ്പം നമുക്കത് ഇൻഹെറിറ്റൻസ് ആയിട്ട് പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇന്റർഫേസ് ക്രിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് SBI ഇംപ്ലിമെന്റ്സ് ബാങ്ക് ആണ്, PNB എന്ന് പറയുന്ന ക്ലാസ് ഓൾസോ ഇംപ്ലിമെന്റ്സ് ബാങ്ക്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് എന്ന് പറയുന്ന ഇന്റർഫേസിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി, B എന്ന് പറയുന്ന ഇൻസ്റ്റൻസ്. ഓക്കെ, ദെൻ ഇവിടെ ന്യൂ SBI എന്നാണ് കൊടുത്തത്. അതായത് B എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആരെ ഇൻവോക്ക് ചെയ്തു, SBI എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ് ഇൻവോക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഈ SBI എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഒബ്ജക്റ്റ് എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഏത് ക്ലാസ്സിലായിരിക്കും ആക്ടിവേഷൻ നടക്കുന്നത്, SBI എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും ആക്ടിവേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ സംഭവിക്കും, അതിന്റെ പാരന്റ് ക്ലാസ്സിലും ചെക്കിംഗ് നടക്കും, ചൈൽഡ് ക്ലാസ്സിലും ചെക്കിംഗ് നടക്കും. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നു system.out.println ROI, അതായത് ഇത് അതുപോലെ പ്രിന്റ് ചെയ്യും ROI എന്നുള്ളത്. ദെൻ B.rate of interest, B എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കോൾ ചെയ്തൊക്കെയാണ്. അപ്പം SBI ആണ് നമ്മുടെ ഇവിടെ ഇൻവോക്ക് ആയിരിക്കുന്ന ക്ലാസ്. അപ്പൊ ആ ക്ലാസ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുന്നു. ദെൻ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഡിക്ലറേഷൻ പാർട്ട് ആയിരുന്നു നമ്മുടെ ഇന്റർഫേസിൽ ഉണ്ടായിരുന്നത്. ആൻഡ് റിട്ടേൺ വാല്യൂ 9.15. ഓക്കെ, 9.15 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ആ വാല്യൂ ഇവിടെ പ്രിന്റ് ആവും.
ഓക്കെ, അതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. ഇപ്പൊ നമ്മൾ ബാങ്ക് ബി ഈക്വൽ ടു ന്യൂ PNB എന്നായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ട് 9.7 എന്ന് ആവുമായിരുന്നു. ഓക്കെ ആണല്ലോ. അതും ഒരു ഇന്റർഫേസ് കാണിക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം ആണ്. ഇനി വീണ്ടും ഒരു ചെറിയ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഇവിടെ രണ്ട് ഇന്റർഫേസസ് ഉണ്ട്. ഒന്ന് പ്രിന്റബിൾ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസും വേറൊന്ന് ഷോബിൾ എന്ന് പറയുന്ന ഇന്റർഫേസും. ഈ രണ്ട് ഇന്റർഫേസിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? ക്ലാസ് A7 എന്ന് പറയുന്ന ക്ലാസ് എന്താ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് 2 പാരന്റ് ആയിട്ട് എടുക്കാം. അപ്പം ഇവിടെ ഏതാണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. 2 പാരന്റ്സ് ആണ്, ഒരു ചൈൽഡും ആണ്. സിംഗിൾ ചൈൽഡും മൾട്ടിപ്പിൾ പാരന്റ്സും ആണെങ്കിൽ അതിന് എന്ത് പറയാം? എന്താ അതിനെ പറയുന്നത്? അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അത് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പാർട്ട് മാത്രമാണ്. എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് കോൾ ചെയ്യുമ്പോഴത്തേക്കും ഏത് വർക്ക് ആവും എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ക്ലാസ്, മെയിൻ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് A7 ആണ് ക്ലാസ്. ഓക്കെ, അതായത് ഓയിൻ മെയിൻ കിടക്കുന്നത് A7 ആയതുകൊണ്ട് നമുക്ക് A7.java എന്ന് പറയുന്നതാണ് നമ്മുടെ ഫയൽ നെയിം. ഓക്കെ ആണല്ലോ. ദെൻ ഇവിടെ എന്ത് സംഭവിച്ചു? A7 OBJ എന്ന OBJ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് വെച്ച് പ്രിന്റിനെയും കോൾ ചെയ്യുന്നു, ഷോയും കോൾ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പ്രിന്റ് കോൾ ചെയ്യുമ്പോഴത്തേക്കും ഹലോ പ്രിന്റ് ചെയ്യും, ഷോ കോൾ ചെയ്യുമ്പോഴത്തേക്കും വെൽക്കം പ്രിന്റ്. ഓക്കെ, ജസ്റ്റ് ഇന്റർഫേസ് കാണിക്കാനുള്ള സിമ്പിൾ പ്രോഗ്രാം ആയിരുന്നു. ഇനി അടുത്ത് കാണിക്കുന്നത് ഇംപ്ലിമെന്റിംഗ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പൊ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എത്ര ക്ലാസ്സസ് ആണുള്ളത്? 4 ക്ലാസ് ആണുള്ളത്. ഒരു ക്ലാസിന്റെ പേര് സ്റ്റുഡന്റ്, വേറൊന്ന് ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്, പിന്നെ റിസൾട്ട്സ് എന്ന് പറയുന്ന ക്ലാസ്, പിന്നെ ഹൈബ്രിഡ് എന്ന് പറയുന്ന ക്ലാസ്. അങ്ങനെ 4 ക്ലാസ് ഉണ്ട്. ഇനി ഒരു ഇന്റർഫേസ് ആണുള്ളത്. ആ ഇന്റർഫേസ് ആണ് ഇന്റർഫേസ് സ്പോർട്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പം ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്ന വേറൊരു ക്ലാസ് ആണ് ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡന്റിൽ നിന്ന് ഒരു ക്ലാസ് വരുന്നുണ്ട്, എന്താ? ടെസ്റ്റ് എന്നാണ് ക്ലാസിന്റെ പേര്. ഓക്കെ ആണല്ലോ. പിന്നെ ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്. അത് സ്പോർട്സ് എന്നാണ് ആ ക്ലാസിന്റെ പേര്. ക്ലാസ് അല്ല, ഇന്റർഫേസ് ആണ് സ്പോർട്സ്. ഓക്കെ ആണല്ലോ. ദെൻ വേറൊരു ക്ലാസ് ഉണ്ട് റിസൾട്ട്. അത് ടെസ്റ്റിനെ ഇൻഹെറിറ്റും ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുമുണ്ട്. കൂടെ എന്താണ്? സ്പോർട്സ് എന്ന് പറയുന്ന ഇന്റർഫേസിനെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ പാരന്റ്സ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ പാരന്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ ആണ്. ദെൻ അതിനുശേഷം ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വേറെ ക്ലാസ് ഉണ്ട്. അത് ജസ്റ്റ് മെയിൻ ക്ലാസ് ആണ്. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഇരിക്കുന്ന ക്ലാസ് ആണ് മെയിൻ ക്ലാസ്. അതൊന്നും തന്നെ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നടന്നിരിക്കുന്നു. കാരണം മൾട്ടിപ്പിൾ പാരന്റ്സ് ഉണ്ട്. രണ്ടോ ഒന്നോ അതിലധികമോ പാരന്റ് ആണുള്ളത്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മുടെ പ്രോഗ്രാമില് ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. പ്രോഗ്രാമിൽ നമ്മൾ ഇന്റർഫേസ് ഞാൻ പറഞ്ഞു, ഇന്റർഫേസ് എപ്പോഴും ഡിക്ലറേഷൻ പാർട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ ഇവിടെ സ്പോട്ട് വെയിറ്റ് എന്ന് പറയുന്ന ആ സ്പോട്ട് WT എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു വാല്യൂ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട് പുട്ട് വെയിറ്റ് എന്നുള്ള PUT WT. അത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇന്റർഫേസിന്റെ ഈ രണ്ട് കാര്യങ്ങളും ആര് ഇൻഹെറിറ്റ് ചെയ്യുന്നു? ക്ലാസ് റിസൾട്ട് അത് വെച്ചിട്ടാണ് ഇവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇംപ്ലിമെന്റ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇത് ഇൻഹെറിറ്റ് ചെയ്തെടുക്കുന്നു എന്ന് കാണിക്കുകയാണ്. ഓക്കെ, അതെ. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ട്? റോൾ എന്ന് പറഞ്ഞൊരു ഇന്റീജർ ഉണ്ട്. പിന്നെ 2 ഫംഗ്ഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനും പുട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനും. ഓക്കെ, അതുപോലെ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തും ഉണ്ട് 2 ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ്? ഗെറ്റ് മാർക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും പുട്ട് മാർക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ അവിടെ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ റിസൾട്ട് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തും കൊടുത്തിട്ടുണ്ട്. പുട്ട് വെയിറ്റ് എന്ന് പറയുന്നതും എന്താണ്? ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സസിനകത്തും ഇന്റർഫേസസിനകത്തും ഉണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാണ്. ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? റിസൾട്ട് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റുഡന്റ് 1.
ഓക്കെ, അപ്പം സ്റ്റുഡന്റ് 1 എന്ന് പറയുന്നത് റിസൾട്ട്സ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ അതിനെ ഇൻവോക്ക് ചെയ്യുന്നു. അപ്പോൾ സ്റ്റുഡന്റ് 1. അപ്പം ഈ സ്റ്റുഡന്റ് 1 എന്ന് പറയുന്ന ഓബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കോൾ ചെയ്ത ഫംഗ്ഷൻ ആയിരുന്നു ഗെറ്റ് നമ്പർ. അപ്പം റിസൾട്ട് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് സ്റ്റുഡന്റ് 1. ഈ സ്റ്റുഡന്റ് 1 വെച്ചിട്ട് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു ഗെറ്റ് നമ്പർ. അപ്പം ഗെറ്റ് നമ്പർ കോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്തൊക്കെയാ? അതിന്റെ പാരന്റ് ക്ലാസ്സുകളിലും ചെക്ക് ചെയ്യും, പിന്നെ എന്താണ് ആ ക്ലാസ്സിലും ചെക്ക് ചെയ്യും. അതായത് പാരന്റ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത ഫംഗ്ഷൻ ആണോ ഇതെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരന്റ് ക്ലാസ്സിൽ നമുക്ക് എന്താ ആക്സസ് ചെയ്യാൻ പറ്റും? ഈ ഒബ്ജക്റ്റ് വെച്ച് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക, റിസൾട്ട് എന്ന് പറയുന്ന ക്ലാസിന്റെ പാരന്റ് ആരൊക്കെയാ? ടെസ്റ്റും സ്പോർട്സും. ഓക്കെ, അപ്പം സ്പോർട്സ് എന്ന് പറഞ്ഞ ഇന്റർഫേസ് ആണ്. അപ്പൊ അവിടെ എന്തായാലും ഒരു ഡെഫിനിഷൻ വരുന്നില്ല. അപ്പൊ അടുത്ത എന്താണ്? ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ക്ലാസ്. അപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നോക്കുക. ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നോക്കുമ്പോഴത്തേക്കും ആരാണുള്ളത്? നമുക്ക് നോക്കാനുള്ള ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടോന്ന്. അപ്പം ഇതിനകത്ത് ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ല. അപ്പം നോക്കുക, അത് ആരുടെ ചൈൽഡ് ആണ് എന്ന് നോക്കുക. അപ്പൊ അത് സ്റ്റുഡന്റിന്റെ ചൈൽഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ് സ്റ്റുഡന്റിൽ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗെറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ എന്താ പെർഫോം ചെയ്യുന്നത്. ഇതെല്ലാം വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ചെക്കിംഗ് ഒക്കെ. ഇനി വോയിഡ് ഗെറ്റ് നമ്പർ എന്ന് പറയുന്നതിൽ എന്ത് സംഭവിക്കും? അതിനകത്ത് ഒരു ഇന്റിജർ n എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതായത് പാരാമീറ്റർ പാസിംഗ് മെത്തേഡാണ് അത്. ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. എന്താണ് മെത്തേഡ്? കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിൽ ഇത് കോൾ ബൈ വാല്യൂ ആണ്. അതായത് ഒരു വാല്യൂവിനെ പാസ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്. ഇവിടെ 1 2 3 4 എന്ന് പറയുന്ന ഒരു ഇന്റിജർ നമ്പർ ആണ് പാസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ n എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? n-ന്റെ വാല്യൂ എത്രയാണ്? 1 2 3 4 എന്നുള്ളതാണ് n-ന്റെ വാല്യൂ. അപ്പൊ അതിനെ എന്ത് ചെയ്തു? റോൾ എന്ന് പറയുന്ന വേറൊരു ഇന്റിജറിനെ പിന്നെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റോൾ എന്ന് പറയുന്ന ഇന്റിജറിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു n-ന്റെ വാല്യൂ. അതാണ് ഈക്വൽ സിമ്പിൾ ഉള്ളത്. എന്താണ്? അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. n-ന്റെ വാല്യൂവിനെ റോൾ എന്ന് പറയുന്ന ഇന്റിജറിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഇപ്പൊ റോളിന്റെ വാല്യൂ എത്രയാണ്? 1 2 3 4 എന്ന് പറയുന്നതാണ് റോളിന്റെ വാല്യൂ. ഓക്കെ, ദെൻ അടുത്ത് ചെയ്യുന്നത് അത്. അപ്പൊ ഇത്രയും ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ ഫംഗ്ഷൻ തീരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും കൺട്രോൾ ഇവിടെ മെയിൻ മെത്തേഡിലേക്ക് കൺട്രോൾ വരും. അപ്പൊ ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ വീണ്ടും അടുത്ത ഫംഗ്ഷന് കോൾ ചെയ്യാണ്. സ്റ്റുഡന്റ് 1 ഡോട്ട് ഗെറ്റ് മാർക്സ് എന്നുള്ളതാണ് അടുത്ത് കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പം നേരത്തെ ചെയ്ത സെയിം ഓപ്പറേഷൻസ് നോക്കും. ഗെറ്റ് മാർക്സ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചെക്ക് ചെയ്യും. അപ്പം റിസൾട്ട് നോക്കുന്നു, ഇല്ല. അപ്പം തൊട്ട് അതിന്റെ പാരന്റ് ക്ലാസ് ആയ ടെസ്റ്റിൽ നോക്കുമ്പോൾ അതിൽ ഗെറ്റ് മാർക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നേരെ ഇവിടെ വരും. ഓക്കെ, അവിടെയും കോൾ ബൈ വാല്യൂ ആണ്. രണ്ട് വാല്യൂസ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. 10.5ഉം 33.0 എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ്. രണ്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. സോ ഇവിടെയും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമ്മൾ കൊടുക്കും. അപ്പം m1 ആൻഡ് m2 എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ m1 ആൻഡ് m2ൽ നമ്മൾ ഈ കറസ്പോണ്ടിങ് വാല്യൂ വരും. m1 എന്ന് പറയുമ്പോൾ 10.5ഉം m2 എന്ന് പറയുമ്പോൾ 33ഉം ആവും. ഓക്കെ, then എന്ത് ചെയ്തു? അതിനകത്ത് ഫംഗ്ഷനിലേക്ക് എൻ്റർ ആവും. ഫംഗ്ഷനിൽ എന്താണ് നടക്കുന്നത്? അവിടെയും രണ്ട് അസൈൻമെന്റ് ഓപ്പറേഷൻസ് ആണ്. എന്ത്? ഫ്ലോട്ട് പാർട്ട് 1 എന്നും പാർട്ട് 2 എന്നും രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1ലേക്ക് m1ന്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ m2ന്റെ വാല്യൂ പാർട്ട് 2ലേക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? m1 പാർട്ട് 1ലേക്കും m2 പാർട്ട് 2ലേക്കും അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി എന്ത് സംഭവിക്കണം? ഇപ്പം പാർട്ട് 1ന്റെ വാല്യൂ എത്രയായി? ഇപ്പൊ 10.5ഉം ആയി. പാർട്ട് 2ന്റെ വാല്യൂ 33ഉം ആയി. ഓക്കെ, ദെൻ അടുത്ത് വീണ്ടും ഈ ഓപ്പറേഷൻ കഴിയുന്നതും കൺട്രോൾ ഇവിടെ വരും. ഇവിടെ അടുത്ത ഫംഗ്ഷനിലേക്ക് വരും. ഇവിടെ എന്താണ് അടുത്ത ഫംഗ്ഷൻ നടക്കുന്നത്? സ്റ്റുഡന്റ് 1 ഡോട്ട് ഡിസ്പ്ലേ. അടുത്ത ഓപ്പറേഷൻ വീണ്ടും സ്റ്റുഡന്റ് 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ച് നടത്താണ്. ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അപ്പം വീണ്ടും നമ്മൾ അതിന്റെ ക്ലാസ്സിലേക്ക് സ്റ്റുഡന്റ് 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റിസൾട്ടിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പം റിസൾട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ട്, എന്തുണ്ട്? വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അത് വർക്കാവും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഓപ്പറേഷൻ നടക്കുന്നത് നോക്കാം. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് അതിൽ ടോട്ടൽ ഈക്വൽ ടു പാർട്ട് 1 പ്ലസ് പാർട്ട് 2 പ്ലസ് സ്പോർട്ട് WT എന്ന് പറഞ്ഞുണ്ട്.
അപ്പോൾ നമ്മൾ പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും വാല്യൂസ് അറിയാം, അതിന്റെ പാരന്റ് ക്ലാസ്സിലുള്ള വാല്യൂസ് ആണ്. അപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ട് 1നെയും പാർട്ട് 2നെയും റിസൾട്ടിനെ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പാർട്ട് 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10.5 ആയിരുന്നു. ദെൻ പാർട്ട് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 33 ആയിരുന്നു, ആണല്ലോ. 33.0 എന്നുള്ളതാണ് 33. ഓക്കെ, ദെൻ സ്പോട്ട് വെയിറ്റ്. അപ്പൊ അത് നോക്കുക, സ്പോട്ട് വെയിറ്റിന്റെ വാല്യൂ എവിടെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്? എവിടെയാണ്? ഇംപ്ലിമെന്റ് സ്പോട്ട്, അതായത് നമ്മുടെ ഇന്റർഫേസിനകത്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പോട്ട് WTയുടെ വാല്യൂ 6 ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ 3 വാല്യൂസും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്, അതിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, അടുത്ത ഇനി ഓപ്പറേഷൻ നോക്കുക. പുട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു. പുട്ട് നമ്പർ. ഓക്കെ, അപ്പൊ പുട്ട് നമ്പർ എന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നേരെ ഇതിന്റെ ഫംഗ്ഷനിൽ തന്നെ ചെക്ക് ചെയ്യും. അപ്പൊ പുട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ല. അപ്പൊ അതിന്റെ പാരന്റ് ക്ലാസ്സിൽ ചെക്ക് ചെയ്യും. പാരന്റ് ക്ലാസ്സിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നോക്കുക, ആരാണ് പാരന്റ്? ടെസ്റ്റ് ആണ് പാരന്റ്. ടെസ്റ്റ് പാരന്റിൽ നോക്കുമ്പോൾ അതില്ല, പുട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇല്ല. അപ്പം എന്താ, ടെസ്റ്റിന്റെ പാരന്റിൽ നോക്കുന്നു, അവിടെ നോക്കുമ്പോൾ സ്റ്റുഡന്റ് ആണ് പാരന്റ്, അവിടെ എന്തുണ്ട്? പുട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ വേറൊരു ക്ലാസ്സിൽ നിന്നാണ് മറ്റൊരു ക്ലാസ്സിനെ കോൾ ചെയ്തത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ഇവിടെ എന്താണ്? ഇൻഹെറിറ്റൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഇൻഹെറിറ്റൻസ് ഉള്ളപ്പം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാണ് അവിടുത്തെ എന്താണ്, അവിടുത്തെ ഫംഗ്ഷൻസിനെയും ഒബ്ജക്ട്സിനെയും പാരാമീറ്റേഴ്സിനെല്ലാം ഇൻഹെറിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്ക് നമുക്കത് പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പുട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു ജസ്റ്റ് പ്രിന്റിംഗ് ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. റോൾ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പ്രിന്റിംഗ് ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും നേരം കുറച്ച് ഓപ്പറേഷൻസ് ആയിരുന്നു നടന്നത്. റോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്തിട്ട് എന്താ? പ്ലസ് റോൾ. അപ്പൊ റോളിന്റെ വാല്യൂ എത്രയാണോ അത് പ്രിന്റ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? റോൾ എന്ന് പ്രിന്റ് ചെയ്യും. ആക്ച്വലി റോൾ നമ്പർ അല്ല, NUM എന്നാണ് ഇവിടെ വരാനുള്ളത്. NUM സ്മോൾ ലെറ്റർ ആണ്, NUM എന്ന്. ഓക്കെ, എന്നുള്ളതാണ് വരാനുള്ളത്. റോൾ അതുപോലെ 6 സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, അതിന്റെ റോൾ പ്ലസ് റോൾ എന്ന് പറയുമ്പോൾ റോളിനകത്തുള്ള വാല്യൂ 1 2 3 4 എന്നുള്ള വാല്യൂ ആണ്, അത് പ്രിന്റ് ചെയ്തു. ഫസ്റ്റ് കഴിഞ്ഞു. അപ്പം ഈ ഓപ്പറേഷൻ കഴിയുന്നതും കൺട്രോൾ എങ്ങോട്ട് വരും? നമ്മൾ എവിടെ നിന്നാണോ പോയത് ആ പാർട്ടിലേക്ക് വരും. അപ്പൊ ഇവിടെ പുട്ട് മാർക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അപ്പൊ വീണ്ടും അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്യാണ് പുട്ട് മാർക്സ് എന്നുള്ള. അപ്പൊ പുട്ട് മാർക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും അത് ചെക്ക് ചെയ്യും എവിടെയാണ്. അപ്പം ചൈൽഡ് അതേ ക്ലാസ്സിൽ തന്നെ ചെക്ക് ചെയ്യും, അതിന്റെ പാരന്റിനെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതേ ക്ലാസ്സിൽ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ പുട്ട് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഇല്ല. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പത്തെ പാരന്റിനെ ചെക്ക് ചെയ്യും. പാരന്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ പാരന്റ് ആരാണ്? ടെസ്റ്റ് എന്ന് പറയുന്നതാണ് പാരന്റ്. അപ്പം അവിടെ എന്താണ്? പുട്ട് മാർക്സ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. പുട്ട് മാർക്സ് ഇവിടെ ഉണ്ട്. അപ്പം അവിടെ ഉള്ള ഓപ്പറേഷൻസ് നടക്കും. അപ്പം ജസ്റ്റ് ആദ്യം ഒരു പ്രിന്റിംഗ് ഓപ്പറേഷൻ ആണ്. മാർക്സ് ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. ദെൻ പാർട്ട് 1 ഈക്വൽ ടു പാർട്ട് 1ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. പാർട്ട് 2 ആണ്. പാർട്ട് 2 ഈക്വൽ ടു പാർട്ട് 2ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയും കഴിഞ്ഞു. വീണ്ടും കൺട്രോൾ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ പുട്ട് വെയിറ്റ് എന്ന് പറയുന്ന PUTWT എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. വീണ്ടും ചെക്ക് ചെയ്യണം പുട്ട് വെയിറ്റ് എന്ന് പറയുന്ന സ്വന്തം ക്ലാസ്സിലുള്ള ഫംഗ്ഷൻ ആണോ? ആണ്. അപ്പം പുട്ട് വെയിറ്റ് എടുത്തു. എന്നിട്ട് അവിടെ എന്തോ ഒരു ഓപ്പറേഷൻ നടക്കുന്നു. എന്താണ്? സ്പോർട്സ് WT എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ എത്രയാണ്? 6 ആണ് വാല്യൂ. 6 പ്രിന്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും കൺട്രോൾ തിരിച്ച് ഇവിടെ തന്നെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രിന്റിംഗ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ടോട്ടൽ സ്കോർ ഈക്വൽ ടു പ്ലസ് ടോട്ടൽ എന്നുള്ളതാണ് വാല്യൂ. അപ്പം ഈ ടോട്ടൽ നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ടോട്ടലിന്റെ വാല്യൂവിനെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. 66.5 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം. സിമ്പിൾ ആണ്. ജസ്റ്റ് കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമ്മൾ ഈ ഫംഗ്ഷൻ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ നമ്മുടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യാമെന്ന് കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്റർഫേസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഇനി ഇന്റർഫേസിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പം ഇന്റർഫേസ് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇന്റർഫേസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത് സിമിലർ ടു ക്ലാസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്?
ഇതിനകത്ത് ഡിക്ലറേഷൻ പാർട്ട് മാത്രമേ പറയുന്നുള്ളൂ, ഡെഫിനിഷൻ പറയുന്നില്ല. അതായത് ബോഡി പറയുന്നില്ല, ഫംഗ്ഷന്റെ ഒന്നും ബോഡി കാണിക്കുന്നില്ല, ജസ്റ്റ് ഡിക്ലറേഷൻ പാർട്ട് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പബ്ലിക് ആണ്. ഇന്റർഫേസ് എപ്പോഴും പബ്ലിക് ആയിരിക്കും ആക്സസ് മോഡിഫയർ, എന്നാൽ ക്ലാസ് പബ്ലിക്കും പ്രൈവറ്റും പ്രൊട്ടക്റ്റഡും ആവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് പാക്കേജ്. അപ്പം പാക്കേജ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിന് പഠിച്ചു, എന്താണ് പാക്കേജ്, ഒരു പ്രോഗ്രാമിൽ പാക്കേജ് കൊണ്ടുള്ള യൂസ് എന്താണ് എന്നുള്ള കാര്യമെല്ലാം പഠിച്ചു. ഓക്കെ, അപ്പം ബേസിക് ആയിട്ട് പറയുന്ന ഒരു പാക്കേജ് ആണ് ജാവ എന്ന് പറയുന്ന പാക്കേജ്. ആക്ച്വലി എന്താണ് പാക്കേജ്? പാക്കേജ് എന്ന് പറയുന്നത് is a group of similar types of classes, interfaces and sub packages. അപ്പം പാക്കേജിനകത്ത് ആരൊക്കെ കാണാം? സിമിലർ ആയിട്ടുള്ള ക്ലാസ്സുകളും ഇന്റർഫേസസും പിന്നെ സബ് പാക്കേജുകളും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റം ആണ് ആര് പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജാവ ഡെവലപ്പ് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് പാക്കേജുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോന്നാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് പാക്കേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പാക്കേജിനെയാണ് ബിൽറ്റ് ഇൻ പാക്കേജ് അല്ലെങ്കിൽ ജാവ API പാക്കേജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഓൾറെഡി ഉള്ള പാക്കേജസ് ആണ്. അപ്പം ഓൾറെഡി ഉള്ള പാക്കേജസ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒരുപാടുണ്ട്, എല്ലാം ഒന്നും ഇല്ല, കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പൊ അതില് ജാവ എന്ന് പറയുന്നത് മെയിൻ പാക്കേജ് ആണ്. ആ പാക്കേജിന്റെ സബ് പാക്കേജസ് ആയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന ആപ്ലെറ്റ്, നെറ്റ്, IO, ലാംഗ്വേജ് LANG, യൂട്ടിൽ, AWT എന്നൊക്കെ പറയുന്ന സബ് പാക്കേജസ്. ഇനി ഈ സബ് പാക്കേജസിനകത്ത് തന്നെ എന്തൊക്കെ ക്ലാസ്സസും ഇന്റർഫേസസ് ഒക്കെ വരാം. അതിലും കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലാംഗ്വേജിനകത്ത് മാത്ത് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, സിസ്റ്റം, സ്ട്രിങ് എന്ന് പറയുന്ന ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ഇനി യൂട്ടിൽ എന്ന് പറയുന്ന സബ് പാക്കേജിനകത്ത് അറേ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, ഡേറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, മാപ്പ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അതുപോലെ AWTക്കകത്തും, AWT എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ടൂൾ കിറ്റാണ്, അത് നിങ്ങൾക്ക് വരും ക്ലാസ്സിൽ പഠിക്കാം. അതിനകത്തും കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. ബട്ടൺ ക്ലാസ്, അതുപോലെ ബട്ടൺ തന്നെ റേഡിയോ ബട്ടണും പിന്നെ ചെക്ക് ബോക്സും അത് ഡ്രോപ്പ് ഡൗൺ മെനുവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് AWT എന്ന് പറയുന്ന സബ് പാക്കേജ്. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ ഒരു ജാവയിൽ സോഫ്റ്റ്വെയർ ചെയ്യുകയാണ്. അപ്പം ഈ ജാവയിൽ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പം ഒരു പക്ഷേ കലണ്ടർ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ആക്സസ് ചെയ്യണം, ടൈമും ഡേറ്റും എല്ലാം ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സമയവും നമ്മൾ കയറുമ്പോഴത്തേക്ക് ആ സോഫ്റ്റ്വെയർ എന്താ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പാടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിലുള്ള തന്നെ ടൈം ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്ലാസ്സസ് വേണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഈ ഡേറ്റ് എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, ഈ ഡേറ്റ് എന്ന് പറയുന്ന ക്ലാസ്. അപ്പൊ ഈ ഡേറ്റ് എന്ന് പറയുന്ന ക്ലാസ് ആക്ച്വലി യൂട്ടിൽ എന്ന് പറയുന്ന പാക്കേജിനകത്താണ് ഉള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എവിടെ? നമ്മുടെ പ്രോഗ്രാമിൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ജാവ എന്ന് പറയുന്ന പാക്കേജിനകത്തുള്ള യൂട്ടിൽ എന്ന് പറയുന്ന പാക്കേജിലെ ഡേറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ പ്രോഗ്രാമിൽ സ്റ്റാർട്ടിംഗ് പാർട്ടിൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ള ക്ലാസ്സസിനെയും ഫങ്ഷൻസിനെയും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കും സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പാക്കേജുകളെയും സബ് പാക്കേജിലും ക്ലാസ്സസും ഉണ്ട്. ഇതിനെ ബിൽറ്റ് ഇൻ പാക്കേജസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു പാക്കേജിനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള പാക്കേജസിനെ യൂസർ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറയും. അതായത് നമ്മൾ ഫംഗ്ഷനിൽ ചെയ്ത പോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും പ്രീ ബിൽറ്റ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാക്കേജിലും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്, പാക്കേജസും ഉണ്ട്. അപ്പം ആദ്യം നോക്കാനുള്ളത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം നോക്കാം. ഒരു യൂസർ ബിൽറ്റ് ഇൻ പാക്കേജിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള പാക്കേജ്, ഓൾറെഡി ഉള്ള പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. സിൻടാക്സ് ആണ് ഇവിടെ ഇമ്പോർട്ട് പാക്കേജ് നെയിം ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അതായത് ഒരു പാക്കേജിനകത്തുള്ള ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്നതാണ് ഫസ്റ്റത്തെ ലൈൻ. ഇനി അല്ലെങ്കിൽ അത് ഇങ്ങനെ എഴുതാം, ഇമ്പോർട്ട് പാക്കേജ് നെയിം ഡോട്ട് ആസ്ട്രിക് സിമ്പിൾ. ആസ്ട്രിക് സിമ്പിൾ കൊടുക്കുന്നത് വേറൊന്നുമല്ല, ഓൾ എന്നുള്ള മീനിങ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന ഈ പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സസിനെയും സബ് പാക്കേജസിനെയും ഇന്റർഫേസസിനെയും എല്ലാം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആസ്ട്രിക് സിമ്പിൾ കൊടുത്ത് എഴുതിയിരിക്കുന്നത്. ദെൻ
ഇവിടെ import എന്ന് പറയുന്നത് is a keyword and package name begins with a lower case letter. അപ്പോൾ പാക്കേജ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പാക്കേജിന് നെയിം കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പാക്കേജ് നെയിം സ്മോൾ ലെറ്റർ ആയിരിക്കും. നേരത്തെ എല്ലാം നമ്മൾ നോക്കിയപ്പോൾ കണ്ടു എന്താണ് ജാവ എന്ന് പറയുന്ന പാക്കേജ് നെയിമിന്റെ ജാവയുടെ ജെ വന്നിട്ട് ലോവർ കേസ് ലെറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ എപ്പോഴും ലോവർ കേസ് ലെറ്ററിലായിരിക്കും പാക്കേജ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്തിനാണ് അങ്ങനെ ലോവർ കേസ് ലെറ്റർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് നെയിമിനെയും പാക്കേജ് നെയിമിനെയും കൂടെ രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പാക്കേജ് സ്മോൾ ലെറ്ററും ക്ലാസ് നെയിമിന് ക്യാപിറ്റൽ ലെറ്ററും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. $y = java.language.math.square root of x എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളി ക്വാളിഫൈഡ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇവിടെ ജസ്റ്റ് ഇത്രയും പാർട്ട് മാത്രം നിങ്ങൾ നോക്ക്. java.language.math.square-root-of-x എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിൽ ജാവ എന്ന് പറയുന്ന എന്താണ്, ഒരു പാക്കേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നതും ജാവയ്ക്കകത്തുള്ള ഒരു സബ് പാക്കേജ് ആണ്. ദെൻ മാത്ത് എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് നെയിം ആണ്. ദെൻ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം എങ്ങനെ ഇത് ക്ലാസ് നെയിം എന്നും ഇത് പാക്കേജ് ആണെന്നും എങ്ങനെ മനസ്സിലായി? അതായത് പാക്കേജ് നെയിം ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടിംഗ് ലെറ്റർ എപ്പോഴും ലോവർ കേസ് ലെറ്റർ ആയിരിക്കും. അപ്പം ജെയും എല്ലും ലോവർ കേസ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ മാത്തിന്റെ എം എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ആണ്. എം എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ക്ലാസ് നെയിം ആണ് എന്ന് കാണിക്കും. ആ ക്ലാസ്സിനകത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. അതിന് ഫുള്ളി ക്വാളിഫൈഡ് എന്ന് പറയും, പഠിക്കാം. ശരി, അപ്പം ഇങ്ങനെയാണ് ഇൻബിൾട്ട് പാക്കേജുകളെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നത്. എന്നാൽ ഇനി എങ്ങനെ ഒരു യൂസർ ഡിഫൈൻഡ് പാക്കേജിനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാക്കേജ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കുന്നു. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാക്കേജിന് ഒരു നെയിം കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഫസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ബ്ലൂ കളർ ബോക്സിനകത്തുള്ളത് സിൻടാക്സ് ആണ്. എങ്ങനെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ ക്ലാസ് കൊടുക്കാം. ഓക്കെ, പാക്കേജ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു. ദെൻ അതിലെ പാക്കേജ് നെയിം കൊടുത്തു. ദെൻ അതിനുശേഷം പബ്ലിക് ക്ലാസ് നെയിം കൊടുക്കും. ഓക്കെ, ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, പാക്കേജിനകത്ത് കൊടുക്കുന്ന ക്ലാസിന്റെ നെയിം എപ്പോഴും പബ്ലിക് ആയിരിക്കണം. ഓക്കെ, പബ്ലിക് എന്ന് പറഞ്ഞ് വേണം ക്ലാസ് നെയിം കൊടുക്കാൻ. ദെൻ ക്ലാസ്സിനകത്ത് നമുക്ക് എന്തൊക്കെ ഡെഫിനിഷൻ കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാം, അതെല്ലാം ഈ ക്ലാസ്സിനകത്ത് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ ഒരു പാക്കേജ്. എക്സാമ്പിൾ പ്രോഗ്രാം നോക്കുക. പാക്കേജ് ഫസ്റ്റ് പാക്കേജ് പബ്ലിക് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതായത് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് ആരുടെ ഏത് പാക്കേജിന്റെ ഭാഗമാണ്, ഫസ്റ്റ് പാക്കേജ് എന്ന് പറയുന്ന പാക്കേജിന്റെ ഭാഗമാണ്. അപ്പം അതില് പബ്ലിക് ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിനെ. ഓക്കെ, ഇനി ഇതിനെ സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യാം? നമ്മുടെ ക്ലാസ് നെയിമിന്റെ പേരിലായിരിക്കും നമ്മുടെ ഈ ജാവ പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ഫയൽ നെയിം .java എന്നായിരിക്കും നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ആവപ്പെടും. ഫസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അതിനകത്ത് ആര് ചെന്ന് കിടക്കും? ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ ജാവ ഫയല് അതിനകത്ത് ക്രിയേറ്റ് ആവും. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ആവും. ഫസ്റ്റ് ക്ലാസ് .class എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ആവും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ക്ലാസ് നെയിം എപ്പോഴും പബ്ലിക് ആയിട്ട് മെൻഷൻ ചെയ്യണം എന്ന് പറയും. ഇനി ഓർമ്മിക്കാനുള്ള ഒരു കാര്യം ഇതാണ്, ഒരു പാക്കേജിനകത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജസും സബ് പാക്കേജസും പിന്നെ ക്ലാസ്സസും ഇന്റർഫേസ് ഒക്കെ വരാം. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുന്ന ക്ലാസ് എപ്പോഴും പബ്ലിക് ആയിരിക്കണം. ബാക്കിയുള്ളത് പ്രൈവറ്റും പബ്ലിക്കും ഒക്കെ ആക്കാം. എന്നാൽ നമ്മൾ ഫയൽ നെയിം കൊടുക്കുന്ന ആ ഫയലിന്റെ നെയിം എപ്പോഴും പബ്ലിക് ആയിരിക്കണം. എപ്പോഴാണ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൾ ആ പാക്കേജിനകത്ത് എത്ര ക്ലാസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ് ഫയൽസ് ഒക്കെ പാക്കേജിനകത്ത് ക്രിയേറ്റ് ആവും. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന ആ ക്ലാസിന്റെ നെയിമിലായിരിക്കണം നമ്മൾ ഫയൽ സേവ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇപ്പം പാക്കേജിനകത്ത് വേറൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു? ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പാക്കേജിൽ ഒരു ക്ലാസ്സിനെ ജസ്റ്റ് കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇനി ഒരു പാക്കേജിനകത്ത് വേറൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് ദെൻ അതിനകത്ത് ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പാക്കേജ് എന്ന കീവേഡ് കൊടുക്കുന്നു, ദെൻ ഫസ്റ്റ് പാക്കേജിന്റെ പേര് കൊടുക്കുന്നു, ദെൻ സെക്കൻഡ് പാക്കേജിന്റെ പേര് കൊടുക്കുന്നു, ദെൻ താഴെ അതിന്റെ ക്ലാസ്സസ് കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കും?
ഫസ്റ്റത്തെ ഒരു പാക്കേജ് ഡയറക്ടറി, ഒരു ഡയറക്ടറി ക്രിയേറ്റ് ആവും, അത് ഫസ്റ്റ് പാക്കേജ് ആണ്. അതിനകത്ത് അടുത്ത ഡയറക്ടറി ക്രിയേറ്റ് ആവും, അത് ആ സെക്കൻഡ് പാക്കേജ് ആണ്. അതിനകത്തായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് ഫയൽ കൊണ്ട് വെക്കുന്നത്. ഓക്കെ, ഇനി ഈ പാക്കേജുകളെ നമ്മൾ എങ്ങനെ വേറൊരു പ്രോഗ്രാമിലേക്ക് ആക്സസ് ചെയ്യാം? അതായത് നേരത്തെ എന്ത് ചെയ്തു, ഇൻബിൽട്ട് ആയിട്ട് വെച്ചിരുന്ന പാക്കേജുകളെ നമ്മൾ ഓരോ പ്രോഗ്രാമുകളിലേക്ക് ആക്സസ് ചെയ്തു. അതുപോലെ ഇവിടെ എങ്ങനെ നമുക്ക് പാക്കേജുകളെ ആക്സസ് ചെയ്യാം, വേറൊരു പ്രോഗ്രാമിലേക്ക് ആക്സസ് ചെയ്യാം? നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്കേജുകളാണ്, അതിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് ഇവിടെ 3 രീതിയിൽ നമുക്ക് പാക്കേജുകൾ ആക്സസ് ചെയ്യാം. ഒന്ന്, പാക്കേജിനകത്തുള്ള എല്ലാ ഫയലുകളെയും ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പാക്കേജിനകത്തുള്ള ക്ലാസ്സിനെ മാത്രമായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫുള്ളി ക്വാളിഫൈഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു സ്ട്രക്ചർ തന്നൊക്കെയാണ്. അതായത് ഒരു പാക്കേജിനകത്തുള്ള വേറൊരു പാക്കേജിൽ ഒരു ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുകയാണ്. അതായത് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കും. ദെൻ ഫസ്റ്റ് പാക്കേജ് ഡോട്ട് സെക്കൻഡ് പാക്കേജ് ഡോട്ട് മൈ ക്ലാസ്. മൈ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. എവിടെ നിന്ന്? സെക്കൻഡ് പാക്കേജിലെ ഫസ്റ്റ് പാക്കേജിലുള്ള സെക്കൻഡ് പാക്കേജിൽ നിന്ന് മൈ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, ശരി. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം, എങ്ങനെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാമെന്നും ആ പാക്കേജിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രോഗ്രാം. ഇവിടെ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള പ്രോഗ്രാം നോക്കുക. ഇവിടെ പാക്കേജ് എന്ന് പറഞ്ഞ മൈ പാക്ക് 1 എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, മൈ പാക്ക് 1. ഓക്കെ, ഈ മൈ പാക്ക് 1 എന്ന് പറയുന്നതിൽ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് എ എന്ന് പറയുന്നതാണ് എൻ്റെ ക്ലാസ്. അത് പബ്ലിക് ആയിട്ട് മെൻഷൻ ചെയ്തു വെച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാം സേവ് ചെയ്യുന്ന സമയത്ത് a.java എന്ന് സേവ് ചെയ്യണം. ഓക്കെ, a.java എന്ന് സേവ് ചെയ്തു. ദെൻ ഇതിനകത്ത് എന്താണോ ചെയ്യാനുള്ള ഓപ്പറേഷൻസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഹലോ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ മാത്രം കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മൈ പാക്ക് 1 എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ആവും. അതിനകത്ത് ഒരു ക്ലാസ് ഫയൽ ചെന്ന് കിടക്കും. ക്ലാസിന്റെ പേരാണ് a.class എന്നുള്ള ക്ലാസ് സ്റ്റോർ ആവും മൈ പാക്ക് 1 എന്ന് പറയുന്ന ഡയറക്ടറി. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പാക്കേജ് ഉണ്ട്, മൈ പാക്ക് 1 എന്നാണ് പാക്കേജിന്റെ പേര്. അതിനകത്ത് ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസിന്റെ പേര് എ ആണ്. അപ്പൊ ഞാൻ വേറെ പ്രോഗ്രാം ചെയ്യാണ്. ആ പ്രോഗ്രാമിലേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വച്ച ഈ പാക്കേജിനെ ആക്സസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു ക്ലാസിന്റെ പേരാണ് ക്ലാസ് ബി എന്ന് പറയുന്ന പേര്. ഓക്കെ, ക്ലാസ് ബി എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ ആരെ ഇമ്പോർട്ട് ചെയ്യുന്നു? ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച എന്റെ മൈ പാക്ക് 1 എന്ന് പറയുന്ന പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. മൈ പാക്ക് 1 ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൈ പാക്ക് 1ലുള്ള എല്ലാ ക്ലാസ്സസിനെയും ഇന്റർഫേസസിനെയും സബ് പാക്കേജസിനെയും എല്ലാം ഈ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഇവിടെ ആക്ച്വലി ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാമിൽ, ക്ലാസ് എ എന്നുള്ള ക്ലാസ് മാത്രമേ മൈ പാക്കേജിനകത്ത് ഉള്ളൂ, മൈ പാക്ക് 1-നകത്തുള്ളൂ. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ കൊടുക്കുന്നു. ഇവിടെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്ത് സംഭവിക്കും? എ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം എ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നില്ല ഈ പ്രോഗ്രാമിൽ. കാരണം എന്താ? മൈ പാക്ക് 1-നകത്തുള്ള ഒരു ക്ലാസ് ആണ് എ എന്നുള്ളത് സിസ്റ്റത്തിന് അറിയാം. ഓക്കെ, അതുകൊണ്ട് ഒബ്ജക്റ്റ് OBJ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ കീവേഡ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇമ്പോർട്ടിന് ഒന്നും ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ അൺഡിഫൈൻഡ് സിമ്പിൾ എ എന്ന് പറഞ്ഞ ഒരു എറർ കാണിക്കും. എ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ അൺഡിഫൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാക്കേജിനെ ഇവിടെ കൊടുക്കണം. അപ്പോഴേ കമ്പ്യൂട്ടറിന് മനസ്സിലാവും എ എന്ന് പറയുന്ന ആക്ച്വലി ഒരു ക്ലാസ് ആണ്, അവിടെ എന്തോ ഓപ്പറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ ഈ എ എന്ന് പറയുന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. OBJ ആണ് ആ ഒബ്ജക്റ്റ്. ഈക്വൽ ടു ന്യൂ എ എന്ന് കൊടുക്കുന്നു, അതായത് ഇൻവോക്ക് ചെയ്യാണ്. ദെൻ OBJ വെച്ചിട്ട് മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പം ഈ എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് OBJ. ആ OBJ വെച്ചുകൊണ്ട് എക്കകത്തുള്ള എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന മെസ്സേജ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്താണ്? ഈ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തുള്ള പ്രോസസ്സ് നടന്നിട്ട് ഹലോ എന്നുള്ള ഇത് പ്രിന്റ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ഒരു പാക്കേജിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ഏത് കീവേഡാ? ഇമ്പോർട്ട് മൈ പാക്ക്, പാക്കേജ് നെയിം ഡോട്ട് സ്റ്റാർ ആസ്ട്രിക് എന്ന സിമ്പിൾ വെച്ചിട്ട് ഒരു പാക്കേജിനകത്തുള്ള എല്ലാത്തിനെയും ഇമ്പോർട്ട് ചെയ്തതാണ് ഇത് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? 3 തരത്തിൽ ഞാൻ ആക്സസ് പറഞ്ഞു തന്നു. ഒന്ന് ആസ്ട്രിക്, പിന്നെ വേറൊന്ന് ക്ലാസ് വെച്ച് ഡയറക്റ്റ് കൊടുക്കാം, ദെൻ ഫുള്ളി ക്വാളിഫൈഡ് അല്ലേ. അപ്പൊ ഇനി അടുത്ത് നോക്കുന്നത് ക്ലാസ് വെച്ചിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. യൂസിങ് പാക്കേജ് നെയിം ഡോട്ട് ക്ലാസ് നെയിം.
ഓക്കെ, അപ്പൊ ഇവിടെ പ്രോഗ്രാം നമുക്ക് വേറൊരു പ്രോഗ്രാം കൊടുത്തേക്കാണ്. ഇവിടെയും ക്ലാസ് എ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആണുള്ളത്. ഞാൻ പാക്കേജിന്റെ നെയിം മാറ്റി പാക്ക് എന്ന ഒരു നെയിം കൊടുത്തു. പാക്കേജ് ഇപ്പം പാക്ക് എന്ന് പറയുന്ന പാക്കേജ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതിനകത്തൊരു ക്ലാസ് കൊടുത്തു. ഇവിടെയും ഹലോ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്നു യൂസിങ് ദ ഫംഗ്ഷൻ MSG മെസ്സേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേറൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ഞാൻ ഈ പാക്ക് എന്ന് പറയുന്നതിനെ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ ഇമ്പോർട്ട് പാക്ക് ഡോട്ട് പാക്കിനകത്തുള്ള ക്ലാസ് എ ആണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത്. പാക്ക് ഡോട്ട് എ എന്ന് ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ രണ്ടാമത്തെ പ്രോഗ്രാം ഒരു പാക്കേജ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ പാക്കേജ് മൈ പാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാമിനെ വേണമെങ്കിൽ വേറൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈ പാക്കിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, മൈ പാക്കിനെ ആക്സസ് ചെയ്ത് എന്താണ് അവിടെ പ്രോഗ്രാം റൺ ചെയ്യാം. അപ്പം വേറെ അത് നോക്കണ്ട, ജസ്റ്റ് ഇവിടെ ഇത് മാത്രം ചെക്ക് നോക്കുക. പാക്ക് ഡോട്ട് എ എന്ന് പറയുമ്പോൾ പാക്ക് എന്ന് പറയുന്ന പാക്കേജിനകത്തുള്ള എ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തേക്കാണ്. ഓക്കെ, ശരി. ഇനി ഇവിടെ എന്ത് ചെയ്തു, ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് വെച്ച് മെസ്സേജിനെ കോൾ ചെയ്തു. നേരത്തെ സെയിം തന്നെയാണ്. ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഹലോ എന്ന് പറയുന്ന ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത്, ഡയറക്റ്റ് ഇവിടെ ഒരു ക്ലാസ്സിനെ പറഞ്ഞു കൊടുത്തു. അപ്പം ഈ ക്ലാസ്സിനെ മാത്രമേ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ പാക്ക് എന്ന് പറഞ്ഞ പാക്കേജിനകത്ത് ഞാൻ വേറൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇസഡിനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ എ എന്ന് പറയുന്ന ക്ലാസ്സിനെ മാത്രമേ ഇമ്പോർട്ട് ചെയ്തുള്ളൂ. അപ്പം ഇസഡിനകത്തുള്ള ഫങ്ഷൻസ് ഒന്നും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് യൂസിങ് ഫുള്ളി ക്വാളിഫൈഡ് നെയിം. ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അത് വേറൊന്നുമില്ല. നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്തു, പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പാർട്ടിൽ നമ്മൾ കോഡ് ഇമ്പോർട്ട് ചെയ്യാണ്, നമ്മുടെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിംഗ് പാർട്ടിൽ ഫുള്ളി ക്വാളിഫൈഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ ഫുള്ളായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. എവിടെയാണോ നമ്മുടെ പാക്കേജ് ആവശ്യമായി വരുന്നത് അവിടെ മാത്രം ആ പാക്കേജിനെ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യും, ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഫുള്ളി ക്വാളിഫൈഡ് എന്ന് പറയുന്നത്. നോക്കാം, ഇവിടെ നേരത്തെ സെയിം പ്രോഗ്രാം ആണ്. എൻ്റെ പാക്കേജിന്റെ പേര് പാക്ക് ആണ്. ക്ലാസ് എ എന്ന് പറയുന്ന ക്ലാസ് പാക്കേജിനകത്തുള്ള ഒരു ക്ലാസ് ആണ്. അവിടെ ഹലോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, MSG. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാക്കേജ് മൈ പാക്ക് എന്ന് വേറൊരു പാക്കേജ് ഉണ്ട്. അതിൽ ഞാൻ ആരെയാണ് ദെൻ അത് മെയിൻ ഫംഗ്ഷൻ എടുക്കുന്നു. അവിടെ ഞാൻ ആരെ ആക്സസ് ചെയ്യുവാണ്, എൻ്റെ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് MSG എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു, പാക്ക് ഡോട്ട് എ, പാക്ക് എന്ന് പറയുന്ന പാക്കേജിനകത്ത്, അപ്പം ഞാൻ പാക്ക് എന്ന് കൊടുത്ത് ഡോട്ട് കൊടുക്കുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ എന്ത് മനസ്സിലാക്കും, പാക്ക് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഇവിടെ ഉണ്ട്. ദെൻ അതിന്റെ ഒരു ക്ലാസ് ആണ് എ എന്ന് പറയുന്നത്. ആ എയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, OBJ. ദെൻ ആ പാക്കിനകത്തുള്ള എയെ ഇൻവോക്ക് ചെയ്യുന്നതാണ് പാക്ക് ഡോട്ട് എ, ന്യൂ ഓപ്പറേറ്റർ വെച്ച് ഇൻവോക്ക് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ആ OBJ വെച്ചിട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിനകത്തുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇൻബിൽട്ട് പാക്കേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. എന്ത് ചെയ്യണം, ജാവ ഡോട്ട് എന്ന് കൊടുക്കുമ്പോൾ ജാവയ്ക്കകത്തുള്ള എന്താ ക്ലാസ്സസ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ജാവ നോർമലി നോട്ട് പാഡിലൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് ബേസിക് സ്കൂൾ ലെവലും കോളേജ് ലെവലിലെല്ലാം നോട്ട് പാഡിലിട്ടാണ് പഠിക്കാറുള്ളത്. എന്നാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജാവ കോഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നെറ്റ്ബീൻസോ എക്ലിപ്സോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജാവ ഡോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്യും, താഴോട്ട് കാണിക്കും ജാവയ്ക്കകത്തുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ ഈസിയാണ് നെറ്റ്ബീൻസിലും എക്ലിപ്സിലും അതുപോലുള്ള വേറെ സോഫ്റ്റ്വെയർസിലൊക്കെ. അപ്പൊ നമ്മൾ നോർമലി ജാവ നോട്ട് പാഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പം ഇതാണ് ഫുള്ളി ക്വാളിഫൈഡ് എന്ന് പറയുന്ന നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഔട്ട്പുട്ട് എന്താണ്, ഹലോ എന്നുള്ളതാണ് പ്രിന്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്താണ്, പാക്കേജസ് ആയിരുന്നു പഠിച്ചത്, പാക്കേജസ്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന എന്താണ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഇന്റർഫേസസും പാക്കേജും ക്രിയേറ്റ് ചെയ്യുന്ന പഠിച്ചു, അതിന് യൂസ് ചെയ്യുന്നതൊക്കെ പഠിച്ചു. ഇനി എക്സെപ്ഷൻ, എന്താണ് എക്സെപ്ഷൻ? ഓക്കെ, എന്താണ് എക്സെപ്ഷൻ? എന്താണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു എറർ ആയിട്ട് പറയാം അല്ലേ. എറർ എന്ന് പറയാം. എറർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എറർ ആണോ, അല്ല, എന്നാൽ അതിനെ എറർ എന്ന് പറയാം.
ഒരു ജാവ എക്സെപ്ഷൻ എന്ന് പറയുന്നത് is an object that describes an exceptional condition that has occurred in a piece of code എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ ആ ഫ്ലോ ഉണ്ടല്ലോ, നമ്മൾ ഒരു ഫ്ലോയിൽ പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കും, ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുമ്പം എപ്പോഴെങ്കിലും ആ ഫ്ലോ നഷ്ടപ്പെടുന്ന ആ സിറ്റുവേഷൻ ആണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഫ്ലോ നഷ്ടപ്പെടുന്നു, ഔട്ട് ഓഫ് ഫ്ലോ ആവുന്നു, ആ ഒരു കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എക്സെപ്ഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പം അതിനെ നമ്മൾ തടയണം, പ്രിവെന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം. അപ്പം when an exceptional condition arises, an object representing that exception is created and thrown in the method that caused the error. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ എക്സെപ്ഷനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു മെക്കാനിസം യൂസ് ചെയ്യും. ആ മെക്കാനിസം ആണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. നോർമലി ജാവ പ്രോഗ്രാമുകളിലെല്ലാം യൂസ് ചെയ്യുന്ന എറർ സംഭവിക്കുന്നത് മെയിൻ ആയിട്ട് റൺ ടൈം എറേഴ്സിലാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പം അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം, എന്താണ് റൺ ടൈം എറർ? അപ്പം എറേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കമ്പൈൽ ടൈം എറേഴ്സ് എന്നും വേറൊന്ന് റൺ ടൈം എറേഴ്സ് എന്നും. അപ്പൊ അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ എക്സെപ്ഷൻ മനസ്സിലായല്ലോ. അപ്പം എന്താണ് എക്സെപ്ഷൻ, എന്താണ് എക്സെപ്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, അത് എങ്ങനെ ഓവർകം ചെയ്യാം. അപ്പൊ അതിനെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓവർകം ചെയ്യുന്ന മെത്തേഡാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെ, എന്താണ് എക്സെപ്ഷൻ. ഈ എക്സാമ്പിൾ നോക്ക്, ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 to 7 വരെ എഴുതിയിട്ടുണ്ട്. അവിടെ 5th സ്റ്റേറ്റ്മെന്റിന് ഒരു എക്സെപ്ഷൻ സംഭവിച്ചു. അപ്പൊ ഈ എക്സെപ്ഷൻ സംഭവിക്കുമ്പോൾ എന്താ നോർമലി സംഭവിക്കുന്നത്, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണോ ഒരു എക്സെപ്ഷൻ വരുന്നത് ആ പാർട്ടിൽ നമുക്കൊരു മെസ്സേജ് വരും, എക്സെപ്ഷൻ വന്നു എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കുക. അതായത് നമുക്ക് അടുത്ത ഫർദർ സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അതാണ് എക്സെപ്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടത്തെ പ്രോഗ്രാം വെച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 to 5 വരെ പ്രിന്റ് ചെയ്യും, ബാക്കി പ്രിന്റ് ചെയ്യത്തില്ല, എറർ കാണിക്കും. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യണം. ആ ഹാൻഡ്ലിംഗ് മെത്തേഡാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള 6ഉം 7ഉം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ സംഭവിക്കുന്ന എറേഴ്സ് ഞാൻ പറഞ്ഞു, റൺ ടൈമിലാണ് ഈ എക്സെപ്ഷൻസ് ഹാൻഡിലിംഗ് നടത്തുന്നത്. അപ്പൊ ഈ റൺ ടൈം എററുകളിൽ നടത്തുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്ന സം ഓഫ് ദ എക്സെപ്ഷൻസ് ഇതാണ്: ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, SQL എക്സെപ്ഷൻ, റിമോട്ട് എക്സെപ്ഷൻ. അങ്ങനെ ഇതുകൊണ്ട് ഇനിയുണ്ട് ഒരുപാട് എക്സെപ്ഷൻ, അരിത്തമെറ്റിക് എക്സെപ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട്, നൾ പോയിന്റർ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അറിഞ്ഞിരിക്കാനുള്ളത് മെയിൻറ്റെയിൻ ദ നോർമൽ ഫ്ലോ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പം നമ്മൾ ആ നോർമൽ ഫ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെക്കാനിസമാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ശരി, നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ്, എത്ര തരത്തിൽ എററുകൾ ഉണ്ട് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് എറേഴ്സ് മെയിൻ ആയിട്ട് 2 തരത്തിലാണ് എററുകൾ പറയുന്നത്. ഒന്ന് കമ്പൈൽ ടൈം എററും വേറൊന്ന് റൺ ടൈം എററും ആണ്. കമ്പൈൽ ടൈം എററും ഉണ്ട്, റൺ ടൈം എററും ഉണ്ട്. അതിൽ കമ്പൈൽ ടൈം എറർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അപ്പോൾ കാണിക്കൂലേ, അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ സിൻടാക്സിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ എറർ ആണ് കമ്പൈൽ ടൈം എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ മിസ്സിംഗ് സെമിക്കോളൻ, ബ്രാക്കറ്റ്സ്, ഡബിൾ കോഡ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, കമ്പൈൽ ടൈം എറർ ആണ്. ദെൻ അൺഡിക്ലയർഡ് വേരിയബിൾ, ഇപ്പൊ നമ്മളൊരു എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു, x = 5 എന്ന് കൊടുത്തു, എന്നാൽ അതിനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് എക്സ് എന്താണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നില്ല, അൺഡിഫൈൻഡ് വേരിയബിൾ എന്ന് കാണിക്കാം. അപ്പൊ ആ സിറ്റുവേഷനും എന്താണ്, ഒരു കമ്പൈൽ ടൈം എറർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റ് എന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് ഒരു ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അതാണ് അൺഡിക്ലയർഡ് കൊണ്ട്, അൺഡിഫൈൻഡ് ആണ് ആക്ച്വലി അൺഡിഫൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓപ്പറേറ്റേഴ്സ് കൺഫ്യൂഷൻ, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ കൺഫ്യൂസ്ഡ് ആയിട്ടൊരു ഓപ്പറേഷൻ കൊടുത്തു. അതായത് നമ്മളെപ്പോഴും ഇഫ് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പറേറ്റർ കൊടുക്കാറുണ്ട്. എന്താണ്, ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അതായത് ഒരു എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതിന് മീനിങ് എന്താണ്, എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ആയിട്ട് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് എക്സ് ഈക്വൽ ടു വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? എന്നാൽ നമ്മൾ അവിടെ നമുക്ക് തെറ്റി x = y എന്ന് പറഞ്ഞ് കൊടുക്കാൻ.
ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് അവിടുത്തെ ഓപ്പറേഷൻ മാറി. അത് എന്ത് ചെയ്തു? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയി. അവിടെ എന്താണ്, നേരത്തെ ഈക്വലൻസി ചെക്ക് ചെയ്യായിരുന്നു, ഇപ്പൊ അസൈൻമെന്റ് ആയി. ജസ്റ്റ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. വൈയുടെ വാല്യൂവിനെ എക്സിന്റെ വാല്യൂവിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അതാണ് എന്താണ് ഓപ്പറേറ്റർ കൺഫ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്പെൽഡ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റർ മാറി കൊടുക്കുന്നതായിരുന്നു ഓപ്പറേറ്റർ കൺഫ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്ത് തരം എറേഴ്സ് ആണ്? കമ്പൈൽ ടൈം എറർ ആണ്. അപ്പം ഇനി ഇങ്ങനെയുള്ള ഇത് കമ്പൈൽ ടൈം എറർ. ഇനി റൺ ടൈം എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു, റൺ ചെയ്യുന്ന സമയത്ത്, കമ്പൈലിംഗ് കഴിഞ്ഞു റൺ ആവുന്ന സമയത്ത് പിന്നെ വരുന്ന എറേഴ്സ് ആണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്ന എറേഴ്സ്. അതിനുള്ള 2-3 എക്സാമ്പിൾസ് ആണ് ഇത്. ഡിവൈഡിങ് ആൻ ഇൻറ്റീജർ ബൈ 0. അതായത് ഒരു ഇൻറ്റീജർ ഉണ്ട്, 100 ആണ് നമ്മുടെ ഇൻറ്റീജർ. അതിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അതെന്താണ്? അൺബൗണ്ട് ആണ്. അതായത് നമുക്ക് നമ്മുടെ ലിമിറ്റിൽ വരുന്നില്ല, അത് ഔട്ട് ഓഫ് റേഞ്ച് ആണ്. അതായത് 100നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ അത് എറർ കാണിക്കും. അതൊരു എക്സെപ്ഷണൽ എറർ ആണ്. ഓക്കെ, ദെൻ ആക്സസിങ് ആൻ എലമെന്റ് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബൗണ്ട് ഓഫ് അൻ അറേ. അറേയുടെ ലിമിറ്റിന് അപ്പുറത്തുള്ള ഒരു വാല്യൂ ആക്സസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അപ്പോഴും എറർ കാണിക്കാം. ദെൻ പാസിംഗ് പാരാമീറ്റർ ദാറ്റ് ഇസ് നോട്ട് ഇൻ ദ റേഞ്ച്. അപ്പം ഞാനൊരു ഫംഗ്ഷൻ അകത്തൂടെ ഇൻറ്റീജർ വാല്യൂ ആണ് എനിക്ക് പാസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻഡ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് പാസ് ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ അവിടെ പാസ് ചെയ്ത് കൊടുത്ത വാല്യൂ വന്നിട്ട് എന്താണ്? 3.8 ആണ്. തൊട്ട് മുമ്പത്തെ നമ്മൾ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പഠിച്ചില്ലേ? ഫ്ലോട്ടിംഗ് പോയിന്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ മെൻഷൻ ചെയ്യുന്നത് ഫ്ലോട്ടിങ്ങിലായിരിക്കണം. അപ്പൊ 3.8 കൊടുക്കുമ്പോൾ അവിടെ ഇൻഡ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സെപ്ഷൻ സംഭവിക്കുന്നു. അതും റൺ ടൈം എറർ ആണ്. ദെൻ ഇൻവാലിഡ് കൺവേർഷൻ. അപ്പം കൺവേർട്ട് ചെയ്യുന്നത് സ്ട്രിങ്ങിനെ ഇൻറ്റീജർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ എററുകൾ സംഭവിക്കുന്ന അങ്ങനെയുള്ള എറേഴ്സ് ആണ് റൺ ടൈം എററുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റൺ ടൈം എററുകൾ അല്ലെങ്കിൽ എക്സെപ്ഷൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഹാൻഡിൽ ചെയ്യാനുള്ള മെക്കാനിസം ആണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു ഹൈറാർക്കി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ യൂസ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ഒരു ഹൈറാർക്കിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതില് ഫസ്റ്റ് ത്രോയബിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ റൂട്ട് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് ലൈൻ കണ്ടോ, ജാവ ഡോട്ട് ലാംഗ്വേജ് ഡോട്ട് ത്രോയബിൾ. ഇവിടെ ജാവ എന്ന് പറയുന്ന ഒരു പാക്കേജ് ആണ്, അല്ലെ? ജാവയ്ക്കകത്തുള്ള ഒരു സബ് പാക്കേജ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ LANG. അതിനകത്ത് വരുന്ന വേറൊരു ക്ലാസ് ആണ് ത്രോയബിൾ. ഇത് എങ്ങനെയാണ് ക്ലാസ് എന്ന് ഐഡന്റിഫൈ ചെയ്തു? T ക്യാപിറ്റൽ, അല്ലെ? അപ്പൊ T ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കുകയാണെന്നുള്ളത് ഒരു എന്താണ്? ക്ലാസ് നെയിം ആണ്, അല്ലെ? അപ്പൊ ത്രോയബിൾ എന്ന് പറയുന്ന ക്ലാസ് ആണ് ഇവിടുത്തെ റൂട്ട് ക്ലാസ്. അപ്പൊ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കാനുള്ള ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു പാക്കേജ് ആണ് ത്രോബിൾ എന്ന് പറയുന്ന പാക്കേജ്. കാരണം ഇതിനകത്ത് ഒരുപാട് കീവേഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കീവേഡുകളായ ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോസ് എന്നൊക്കെ പറയുന്ന കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കീവേഡ്സിന്റെ ഒക്കെ ഡെഫിനിഷൻ, ഈ കീവേഡ്സ് ഒക്കെ എന്താണെന്നുള്ളത് എവിടെയാണുള്ളത്? ഈ ത്രോയബിൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തായിരിക്കും ഉള്ളത്. അപ്പം നമ്മൾ അതിനെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാക്കേജുകളെ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പൊ ത്രോയബിൾ എന്ന് പറയുന്ന പാക്കേജിനകത്ത് ഉള്ള 2 സബ് പാക്കേജസ് ആണ് എക്സെപ്ഷൻ ആൻഡ് എറർ. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാക്കേജസ് ആൻഡ് ക്ലാസ്സസ് ഉണ്ട്. അതാണ് ഈ ഹൈറാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ്. ശരി, അപ്പം നമുക്ക് എങ്ങനെയാണ് ഇവിടെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കും ക്യാച്ച് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കും ഉണ്ട്. അതായത് നമ്മൾക്ക് എക്സെപ്ഷൻ സംഭവിക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയാണോ എക്സെപ്ഷൻ സംഭവിക്കുന്നത് ആ പാർട്ടിനെ എടുത്ത് എവിടെ കൊടുക്കണം? ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിനകത്തേക്ക് വെക്കുക. എക്സെപ്ഷൻ സംഭവിക്കുന്ന പാർട്ടിനെ, ഇപ്പം എക്സാമ്പിൾ ഇൻഡ് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ എക്സിന്റെ വാല്യൂ 100 ആണ്. ഓക്കെ, ഈ 100നെ ഞാൻ എന്താണ് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അത് ആക്ച്വലി എന്താണ്? ഒരു എക്സെപ്ഷൻ ആണ്, അല്ലേ? 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എക്സെപ്ഷൻ ആണ്. അപ്പം ഇത്രയും പാർട്ടിനെ എവിടെ കൊണ്ടുവയ്ക്കണം? ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് കൊണ്ടുവയ്ക്കണം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് കോസസ് ആൻ എക്സെപ്ഷൻ. അപ്പം എക്സെപ്ഷൻ കോസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ ട്രൈക്കകത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ക്യാച്ച് ബ്ലോക്കിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഹാൻഡിൽസ് എക്സെപ്ഷൻ. അപ്പൊ ഇവിടെ ക്യാച്ചിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എവിടെ കൊടുക്കണം? ക്യാച്ച് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് കൊടുക്കും. ഓക്കെ, അതാണ് നോർമലി ചെയ്യുന്ന പ്രൊസീജിയർ. എന്ത് ചെയ്യും? ട്രൈ എന്ന് പറഞ്ഞൊരു ബ്ലോക്കും ക്യാച്ച് എന്ന് പറയുന്ന ബ്ലോക്കും ഉണ്ട്. ട്രൈയും ക്യാച്ചും വെച്ചിട്ട് നമ്മൾ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യും.
ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട് ത്രോ എന്ന് പറയുന്ന എക്സെപ്ഷൻ ആണ്. ആക്ച്വലി അതെന്ന് പറയുന്നത് എന്താണ്? ത്രോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ഒരു പക്ഷേ എക്സെപ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ത്രോ എന്ന് പറഞ്ഞൊരു കീവേഡ് ട്രൈക്കകത്ത് കൊടുക്കും. ആ ത്രോ വെച്ച് നമ്മളായിട്ട് തന്നെ ഒരു എക്സെപ്ഷനെ ക്രിയേറ്റ് ചെയ്ത് ക്യാച്ചിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ത്രോ ചെയ്യും എന്നിട്ട് ക്യാച്ച് അത് ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസം ആണ് ത്രോ എന്നുള്ളത്. നമുക്ക് പഠിക്കാം ഓരോന്നായിട്ട്. അപ്പം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ട്രൈയും വേറൊന്ന് ക്യാച്ചും ആണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ജാവ എക്സെപ്ഷനിൽ ഡിഫറെന്റ് കീവേഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊന്ന് ട്രൈ, പിന്നെ ക്യാച്ച്, ഫൈനലി ത്രോ, ത്രോസ്. ഇത്രയാണ് അതിൽ വരുന്ന കീവേഡുകൾ. അതിൽ ട്രൈ എന്ന് പറയുന്നത് ദ ട്രൈ കീവേഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ ബ്ലോക്ക് വെയർ വി ഷുഡ് പ്ലേസ് എക്സെപ്ഷൻ കോഡ്. ദ ട്രൈ ബ്ലോക്ക് മസ്റ്റ് ബി ഫോളോഡ് ബൈ either catch or finally. It means we can't use try block alone. ഓക്കെ, അതായത് ട്രൈ എന്ന് പറയുന്ന കീവേഡിനകത്തായിരിക്കും, ആ ബ്ലോക്കിനകത്തായിരിക്കും നമ്മുടെ എക്സെപ്ഷൻ നടക്കുന്ന പാർട്ടിനെ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യാനുള്ളത്. ഓക്കെ, ട്രൈക്കകത്ത് നമ്മുടെ എക്സെപ്ഷൻ പാർട്ട് പ്ലേസ് ചെയ്യും. ഇനി ട്രൈ ഫോളോ ചെയ്താണ് നമ്മൾ അടുത്ത് കൊടുക്കുന്ന കീവേഡ് ക്യാച്ച് അല്ലെങ്കിൽ ഫൈനലി. അപ്പൊ ട്രൈ കഴിഞ്ഞിട്ട് വേണം ക്യാച്ച് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഫൈനലി എന്ന് പറയുന്ന കീവേഡ് കൊടുക്കാൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് വി കാണ്ട് യൂസ് ട്രൈ ബ്ലോക്ക് എലോൺ. ട്രൈ എന്ന് പറയുന്ന ബ്ലോക്ക് മാത്രമായിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കൂടെ ആരൊക്കെ വേണം? ഒന്നുകിൽ ക്യാച്ച് വേണം, അല്ലെങ്കിൽ ഫൈനലി എന്ന് പറയുന്ന കീവേഡ് വേണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാച്ച് എന്നാണ് കീവേഡിന്റെ പേര്, ക്യാച്ച്. അപ്പം ഈ ക്യാച്ച് എന്ന് പറയുന്ന കീവേഡ് ദ ക്യാച്ച് ബ്ലോക്ക് ഈസ് യൂസ് ടു ഹാൻഡിൽ ദ എക്സെപ്ഷൻ. എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ക്യാച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാച്ചിനകത്തായിരിക്കും നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡുകൾ കൊടുക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ക്യാച്ചിനകത്താണ്. And it must be preceded by try block, which means we can't use catch block alone. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ ഫൈനലി ബ്ലോക്ക് ലേറ്റ്. ഓക്കെ, അതായത് നമ്മൾ ട്രൈയെ പോലെ തന്നെ ക്യാച്ചും ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് ട്രൈയെ ഫോളോ ചെയ്താണ് അടുത്ത് ക്യാച്ച് കൊടുക്കാനുള്ളത്. ദെൻ ക്യാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? വേണമെങ്കിൽ ഫൈനലി കൊടുക്കാം. അത് വേണമെങ്കിൽ കൊടുക്കാം എന്നാണ്, മാൻഡേറ്ററി അല്ല, ഫൈനലി കൊടുക്കാം. ഓക്കെ, ഇനി ഫൈനലി എന്ന് പറയുന്ന കീവേഡ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, വേണമെങ്കിൽ ഫൈനലി കൊടുക്കാന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഫൈനലി. നമ്മളിപ്പോൾ ട്രൈയും ക്യാച്ച് ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്തായാലും അത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് എന്ത് ചെയ്യും, ഫൈനലി ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ആയിക്കോളും കേട്ടോ. അടുത്ത് ഫൈനലി ആണ്. ഫൈനലി ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ ഇമ്പോർട്ടന്റ് കോഡ് ഓഫ് ദ പ്രോഗ്രാം. അപ്പം പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടന്റ് കോഡ് വരുന്ന പാർട്ടാണ് ഫൈനലി. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ഇപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്തപ്പോൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്ത സമയത്ത് എക്സെപ്ഷനെ ക്യാച്ചിനകത്ത് വെച്ച് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് വരും. ആൻഡ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് വെദർ ആൻ എക്സെപ്ഷൻ ഈസ് ഹാൻഡിൽഡ് ഓർ നോട്ട്. അപ്പം എന്താ, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് ഫൈനലി എന്ന് പറയുന്ന പാർട്ടാണ്. നമുക്ക് നിങ്ങൾ ഓർമ്മിക്കാനുള്ള ഒരു കാര്യം നോക്കിയാൽ മതി. നമ്മൾ സ്വിച്ച് കേസ് എടുക്കുകയാണ്. സ്വിച്ച് കേസിനകത്ത് ഡിഫറെന്റ് കേസസ് ഉണ്ട്, 1 2 3 എന്നൊക്കെ പറയും. നമുക്ക് കേസസ് എഴുതാം. ഫൈനലി ഒരു ഡിഫോൾട്ട് ഒരു കേസ് വെക്കാറുണ്ട് അല്ലേ? അതായത് ഈ കേസിലൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടിൽ എന്താണോ അതിനങ്ങ് ചെയ്യുക, അതിൽ നടക്കുന്ന ഓപ്പറേഷൻ ചെയ്യുക. അതേ മീനിങ് തന്നെയാണ് ഇവിടെ ഫൈനലി ഉള്ളത്. നമ്മൾ ക്യാച്ചിനകത്തൊക്കെ എക്സെപ്ഷൻസ് ഒന്നും നടന്നില്ല, ഒന്നും റണ്ണായിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഫൈനലിയിൽ എത്തുമ്പോഴത്തേക്കും ഡിഫോൾട്ട് ആയിട്ട് അതിലുള്ളത് ആക്ടിവേറ്റ് ആവും. ഓക്കെ, പിന്നെ ക്യാച്ച് എന്ന് പറയുന്നത് ട്രൈ എന്ന് പറയുന്ന ബ്ലോക്ക് ഒരിക്കൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാമിൽ, അതായത് ഏത് പാർട്ടിലാണോ അത് ഒരിക്കൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. എന്ന് ക്യാച്ച് മൾട്ടിപ്പിൾ ടൈംസിൽ യൂസ് ചെയ്യാം ക്യാച്ച്. ഓക്കെ, ദെൻ അടുത്തത് ത്രോ ആണ്. ദ ത്രോ കീവേഡ് ഈസ് യൂസ്ഡ് ടു ത്രോ ആൻ എക്സെപ്ഷൻ. ഞാൻ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞു, ജസ്റ്റ് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സെപ്ഷൻ ഐഡന്റിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഒരു എക്സെപ്ഷനെ ഡിഫൈൻ ചെയ്ത് ആ എക്സെപ്ഷനെ ക്യാപ്ചർ ചെയ്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ക്യാച്ച് എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പൊ ത്രോ എന്ന് പറയുന്ന കീവേഡ് എപ്പോഴും എവിടെയാണ്? ട്രൈക്കകത്താണ് വെക്കുന്നത്. ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിനകത്താണ് വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ത്രോസ് ആണ്. ത്രോസ് എന്ന് പറയുന്ന കീവേഡ് is used to declare exceptions. It does not throw an exception. It specifies that there may occur an exception in the method. It is always
യൂസ്ഡ് വിത്ത് മെത്തേഡ് സിഗ്നേച്ചർ എന്നാണ്. അതായത് ത്രോ എന്ന് പറയുന്നതിന് ത്രോസ് എന്ന് പറയുന്ന കീവേഡ് ത്രോ ആയിട്ടൊരു മീനിങ് ഇല്ല. അത് ആക്ച്വലി ത്രോ ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം കോഡ് പറഞ്ഞപ്പം ഫംഗ്ഷൻ എവിടെയാണോ നമ്മുടെ എക്സെപ്ഷൻ വന്നത് ആ പാർട്ടിലേക്ക് ട്രൈയും ക്യാച്ചും ഒക്കെ വെച്ചു കൊടുത്ത് ആ പാർട്ട് മാത്രം ഹാൻഡിൽ ചെയ്ത് അപ്പൊ എക്സെപ്ഷൻ എവിടെ നടക്കും അവിടെ എല്ലാം ട്രൈയും ക്യാച്ചും കൊടുത്ത് പോണമായിരുന്നു. എന്നാൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ മെയിൻ പാർട്ടിലേക്ക് ത്രോസ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്തുള്ള എല്ലാത്തിനെയും ഒരുമിച്ച് ഇപ്പം ത്രോസ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ അതിനകത്ത് വരുന്ന അരിത്തമെറ്റിക് എക്സെപ്ഷൻ എല്ലാം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള കീബോർഡാണ് ത്രോസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ടുള്ള പ്രോഗ്രാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് സിൻടാക്സ് കൊടുത്തേക്കുന്നത് ട്രൈയും ക്യാച്ചും തമ്മിലുള്ള സിൻടാക്സ് ആണ്. അതിൽ ട്രൈ എന്ന് പറയുന്ന ലൂപ്പിനകത്ത് നമ്മൾ എന്താണ് എക്സെപ്ഷൻസ് കൊടുക്കുന്നു, എന്താണ് എക്സെപ്ഷൻ വരുന്ന പാർട്ട്, നമ്മുടെ എറർ വരുന്ന ബ്ലോക്ക് കൊടുക്കുന്നത് ട്രൈ എന്ന് പറയുന്ന പാർട്ടിനകത്താണ്. ദെൻ ക്യാച്ച് എന്ന് പറയുന്ന പാർട്ടിനകത്ത് ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് സ്റ്റേറ്റ്മെന്റുകളാണ് ക്യാച്ച് എന്ന് പറയുന്ന പാർട്ടിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാച്ച് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതില് എക്സെപ്ഷൻ ടൈപ്പ് ഇ എന്ന് പറയുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എക്സെപ്ഷൻ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരം എക്സെപ്ഷൻ ആണ് നമ്മൾ ട്രൈക്കകത്ത് കണ്ടത് ആ എക്സെപ്ഷനെ മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ് ക്യാച്ച് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 100 ഡിവൈഡ് ബൈ 0 എന്ന് കൊടുത്തു. അത് ആക്ച്വലി അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. കാരണം എന്താ, അവിടെ ഡിവിഷൻ ആണ് വന്നത് അല്ലേ, അത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ അല്ലേ. അപ്പം അങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആയതുകൊണ്ട് അതെന്താണ്, ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. സോ അപ്പൊ അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ദെൻ ഇ എന്ന് കൊടുക്കും. ദെൻ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന മെക്കാനിസം ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം നമുക്ക്. കണ്ടോ, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ഞാനൊരു ക്ലാസ് മെൻഷൻ ചെയ്യുന്നുണ്ട്, ജാവ എക്സെപ്ഷൻ എക്സാമ്പിൾ എന്നാണ് ക്ലാസ്. ദെൻ മെയിൻ ഫംഗ്ഷനകത്ത് എനിക്ക് എക്സെപ്ഷൻ വന്ന പാർട്ട് ഇവിടെയാണ്, ഇൻഡ് ഡേറ്റ ഈക്വൽ ടു 100/0. അവിടെ ഒരു എക്സെപ്ഷൻ വന്നു. അപ്പൊ ഞാൻ ആ എക്സെപ്ഷൻ വന്ന പാർട്ട് എവിടെ വെച്ചു, ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിനകത്തേക്ക് ആ എക്സെപ്ഷൻ വന്ന പാർട്ട് വെച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് ഈ എക്സെപ്ഷൻ അറിയാം, ഇത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്യാച്ചില് പറഞ്ഞു കൊടുക്കുന്നു എന്റെ എക്സെപ്ഷന്റെ പേരാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നുള്ളത്. അപ്പം അത്രയും ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി എന്ത് സംഭവിക്കും, ഇവിടെ എക്സെപ്ഷൻ ഹാൻഡിൽ ആയി കഴിഞ്ഞു. ഓക്കെ, എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തു. ദെൻ അപ്പം ആ ഫ്ലോ ഓഫ് കൺട്രോൾ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും. അതായത് എറർ കാണിക്കുന്നില്ല, പകരം ആ ഒരു കൺട്രോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ് റിമൈനിങ് ചെയ്യാനുള്ളത് അതെല്ലാം വർക്ക് ആവും. ഓക്കെ, ദെൻ ഈ ക്യാച്ച് എന്ന് പറയുന്ന ബ്ലോക്കിനകത്തേക്ക് നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്, അത് എന്താണ്, നിങ്ങൾക്ക് എന്താണോ ഓപ്പറേഷൻ ചെയ്യാനുള്ളത് അത് അവിടെ വയ്ക്കാം. ഇവിടെ ജസ്റ്റ് ഒരു ഇ എന്ന് പറയും കാണിക്കണം. അത് ഇ എന്ന് പറയുന്ന ഈ വാല്യൂ എന്തെന്നുള്ളത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ. ഇത് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണോ അത് അവിടെ വയ്ക്കാം. അതിനെ അതുപോലെ ഇട്ടിരുന്നാലും ഇത് ബ്ലാങ്ക് ആയിട്ട് കിടന്നാലും പ്രശ്നമില്ല, ആ ബോഡി ഫില്ല് ചെയ്യണമെന്നുമില്ല. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ഇ എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന കീവേഡ് ഇങ്ങനെയാണ്, ത്രെഡ് മെയിൻ ജാവ ഡോട്ട് ലാംഗ്വേജ് ഡോട്ട് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ ഇത്രയും പാർട്ട് പ്രിന്റ് ആവും. ഓക്കെ, ഇത്രയും പാർട്ട് ബൈ 0 എന്നുള്ളത് പ്രിന്റ് ആവും. ദെൻ റെസ്റ്റ് ഓഫ് കോഡ്, ഇനി എന്താ എക്സെപ്ഷൻ ഹാൻഡിൽ ആയി കഴിഞ്ഞു ബാക്കിയുള്ള കോഡ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു പ്രിന്റ് ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ന് പറയുന്ന പാർട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷനെ ട്രൈ ആൻഡ് ക്യാച്ച് കീവേഡ്സ് വെച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് ഫൈനലി എന്ന് പറഞ്ഞൊരു കീവേഡ് ആണ്. ഫൈനലി ഞാൻ പറഞ്ഞു, ഫൈനലി എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് എന്നുള്ള മീനിങ്ങിലാണ് ഫൈനലി കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, Java finally block is a block that is used to handle an exception that is caught by any of the previous catch statement. അതായത് തൊട്ട് മുമ്പുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെന്റുകളൊന്നും കണ്ടുപിടിക്കാത്ത എക്സെപ്ഷൻസിനെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്, ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്കാണ്. Java finally block is always executed whether exception is handled or not, and Java finally block follows try and catch block. ഓക്കെ, അപ്പം ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് എന്താ എക്സെപ്ഷനെ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങ് റൺ ആയിക്കോളും. ആൻഡ് ജാവ ഫൈനലി ബ്ലോക്ക് ഫോളോസ് ട്രൈ ആൻഡ് ക്യാച്ച്. അപ്പൊ ട്രൈയും ക്യാച്ചും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഈ ഫ്ലോ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സെപ്ഷൻ നോട്ട് ഒക്കേർഡ് എങ്ങനെ ചെയ്യുന്ന നോക്കാം. വേറൊന്നുമില്ല, എക്സെപ്ഷൻ ഇല്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ. കണ്ടോ, ട്രൈക്കകത്താണ് എപ്പോഴും നമ്മൾ എക്സെപ്ഷൻ എഴുതാറുള്ളത്.
ഇവിടെ ട്രൈക്കകത്ത് ഡേറ്റ ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നു. ആക്ച്വലി അത് എക്സെപ്ഷൻ അല്ല, 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം 25നെ അല്ലേ. അപ്പൊ അതൊരു എക്സെപ്ഷൻ അല്ല, എന്നാലും നമ്മൾ അവിടെ എക്സെപ്ഷൻ കൊടുക്കുകയാണ്. അതാണ് എക്സെപ്ഷൻ നോട്ട് ഒക്വേർഡ്. അങ്ങനെ വന്നിട്ട് നമ്മൾ ട്രൈയും ക്യാച്ചും കൊടുത്താൽ എന്ത് സംഭവിക്കുന്നതാണ്. അപ്പം ഇവിടെ എന്താണ്, നമ്മൾ ട്രൈയും കൊടുത്തിട്ടുണ്ട്, ക്യാച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാച്ചിൽ പറഞ്ഞു നൾ പോയിന്റർ എക്സെപ്ഷൻ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദെൻ ഫൈനലി എന്ന് ഉണ്ട്. അപ്പം ഇവിടെ എക്സെപ്ഷൻ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ക്യാച്ചിൽ നിൽക്കാതെ എവിടെ വരും, ഫൈനലിക്കകത്ത് വരും. ഓക്കെ, എക്സെപ്ഷൻ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഫൈനലി റൺ ആവുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം എക്സെപ്ഷൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് നേരെ എന്താ, ക്യാച്ചിൽ കയറാതെ ഫൈനലിയിലോട്ട് വരും. ദെൻ അവിടെ ഉള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവും. ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് എന്ന് വരും. ദെൻ അത് കഴിഞ്ഞ് റെസ്റ്റ് ഓഫ് ദ കോഡ്. അപ്പം എന്ത് സംഭവിച്ചു, ഇവിടെ കാണിക്കുന്ന ഇത്രയാണ്, എക്സെപ്ഷൻ ഇല്ലെങ്കിലും ഫൈനലി റൺ ആയി. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് കേസ് 2 ആണ്. എക്സെപ്ഷൻ occurs and not handled എന്നുള്ള മീനിങ്. എക്സെപ്ഷൻ occurs and not handled എന്നാണ്. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു, എക്സെപ്ഷൻ occurs and not handled എന്ന് പറയുമ്പോഴത്തേക്കും എക്സെപ്ഷൻ ഉണ്ട് പക്ഷെ ഹാൻഡിൽ ചെയ്തില്ല എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നോക്ക്, ആദ്യം എന്ത് ചെയ്യണം, ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ എക്സെപ്ഷൻ പാർട്ടിൽ വരുന്നു. എക്സെപ്ഷൻ പാർട്ടിൽ എന്ത് സംഭവിച്ചു, ഡാറ്റ ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഒരു എന്താണ്, ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, അപ്പം ഈ എക്സെപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അതാണ് എക്സെപ്ഷൻ ഓഫ് കോഴ്സ് എന്നുള്ളത്. ദെൻ ആൻഡ് നോട്ട് ഹാൻഡിൽഡ്. അപ്പൊ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ക്യാച്ചിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം നമ്മൾ ഇത് ആക്ച്വലി ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. ഇവിടെ നൾ പോയിന്റർ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തു, അതുകൊണ്ടാണ് ഇത് ഹാൻഡിൽ ചെയ്തില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും അത് ഹാൻഡിൽ ആയില്ല. ഓക്കെ, ഇത് എക്സെപ്ഷൻ ഉണ്ടായി, ക്യാച്ചിൽ വന്നു, ഹാൻഡിൽ ആയില്ല. നേരെ അടുത്ത് ഇവിടെ പോകുന്നു, ഫൈനലിയിൽ പോകുന്നു. ഫൈനലി പോയിട്ട് എന്ത് പ്രിന്റ് ചെയ്യും, ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് എന്ന് കാണിച്ചു. അതായത് അതിനകത്ത് എന്താണ് വന്നത്, ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് എന്ന് അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഫൈനലി സ്മൂത്ത് ആയിട്ട് റൺ ആയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ എക്സെപ്ഷൻ ഹാൻഡിൽ ആയിട്ടില്ല. അപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, അപ്പൊ അത്രയും ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇവിടെ എറർ കാണിക്കുകയാണ്. എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ ജാവ ലാംഗ്വേജ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നുള്ള എറർ കാണിച്ചു. എന്നിട്ട് റെസ്റ്റ് ഓഫ് ദ കോഡ് റൺ ആയിട്ടില്ല. അതാണ് ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് കേസ് ആണ്. തേർഡ് കേസ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ occurs unhandled. എക്സെപ്ഷൻ ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്തു എന്ന് കാണിക്കുന്ന കേസ് 3 ആണ്. അതായത് സെയിം നമ്മുടെ എക്സെപ്ഷൻ 25 ഡിവൈഡ് ബൈ 0 ആണ്. അത് ട്രൈക്കകത്ത് കൊടുത്തു. ദെൻ ക്യാച്ചിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നു, അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണെന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇവിടെ ഹാൻഡിൽ ആയിട്ടുണ്ട്, അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഹാൻഡിൽ ആയി. ദെൻ ഫൈനലിയിൽ വരുന്നു, അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഫൈനലിയിൽ വരുമ്പോഴത്തേക്കും അത് പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തപ്പോഴത്തേക്കും എന്താണ്, ഇ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, കണ്ടോ. അതുകൊണ്ടാണ് ഇവിടെ എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ ജാവ എന്നുള്ള പാർട്ട് പ്രിന്റ് ആയത്. ഓക്കെ, ഇ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തത് കൊണ്ടാണ് അത് വന്നത്. ഈ കൊടുത്തില്ലെങ്കിൽ അത് വരത്തില്ലായിരുന്നു, ആ ഫ്ലോ അങ്ങ് നടന്നോളുമായിരുന്നു. ദെൻ ഫൈനലിക്കകത്ത് എന്ത് സംഭവിച്ചു, ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് റെസ്റ്റ് ഓഫ് ദ കോഡ് പ്രിന്റ് ചെയ്തു. അപ്പൊ അവിടെ ആ ഫ്ലോ കൺട്രോൾ വന്നില്ല, പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. ഓക്കെ, ഇതാണ് ഫൈനലിയുടെ 3 കേസസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് പറയുന്ന കീവേഡ് ആണ് ത്രോ എന്ന് പറയുന്നത്. അപ്പൊ ത്രോ എന്തിനു ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ത്രോ പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ത്രോ എന്ന് പറയുന്ന കീവേഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലിസിറ്റ്ലി ത്രോ ആൻ എക്സെപ്ഷൻ. ശ്രദ്ധിക്കാനുള്ള ആ വേർഡാണ് എക്സ്പ്ലിസിറ്റ്ലി. എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ എക്സെപ്ഷന് ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് എഴുതുമ്പോൾ സിൻടാക്സ് ഇതാണ്, ത്രോ എന്ന് എഴുതുക. കീവേഡ് ത്രോ എന്ന് പറയുന്ന കീവേഡ് എഴുതുന്നു, ന്യൂ ത്രോവബിൾ സബ് ക്ലാസ്. അപ്പൊ ഈ പ്രോഗ്രാം ആണ് ത്രോ എന്ന് പറയുന്ന കീവേഡ് വെച്ചുകൊണ്ട് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ത്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തേക്കുന്നത് എവിടെയാണ്, ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിനകത്താണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഇവിടെ 2 ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് മൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ദെൻ ടെസ്റ്റ് മൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന വേറൊരു ക്ലാസ്. ആക്ച്വലി മൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ക്ലാസ് എക്സെപ്ഷൻ എന്ന് പറയുന്ന പാരന്റ് ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ് ആണ് മൈ എക്സെപ്ഷൻ. ഓക്കെ,
ദെൻ ടെസ്റ്റ് മൈ എക്സെപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ക്ലാസ്. കാരണം മെയിൻ ഫംഗ്ഷൻ ഉള്ളത് എവിടെ? ടെസ്റ്റ് മൈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? എക്സും വൈ എന്ന് പറയുന്ന രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ഉണ്ട്. അതിനെ കൺവേർട്ട് ചെയ്തൊക്കെയാണ് ഫ്ലോട്ട് ആയിട്ട്. ദെൻ ആ എക്സിനെയും വൈയും തമ്മിൽ എന്താ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഡിവൈഡ് ബൈ 1000 എന്നുള്ളതാണ് വാല്യൂ. അത് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും അതൊരു ടു സ്മോൾ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ ആയിരിക്കും കിട്ടുന്നത്. ദെൻ അവിടെ കണ്ടീഷൻ നോക്കുകയാണ്. ഇസഡ് എന്ന് പറഞ്ഞ വാല്യൂ 0.01 ലെസ് ദാൻ ഒന്ന് ചെക്ക് ചെയ്യും. അപ്പം ഈ വാല്യൂ, അതായത് നമുക്ക് കിട്ടിയ ഇസഡിന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് അവിടെ ചെക്കിങ് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു എക്സെപ്ഷൻ വന്നത്. ഓക്കെ, അപ്പം ഈ എക്സെപ്ഷൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. പക്ഷെ അത് അരിത്തമെറ്റിക് ആണെന്ന് മെൻഷൻ ചെയ്യാതെ നമ്മൾ ത്രോ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് എങ്ങനെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സിൻടാക്സിൽ പഠിച്ചു. ത്രോ എക്സെപ്ഷന്റെ സിൻടാക്സ് എന്തായിരുന്നു? ത്രോ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കും, ദെൻ ന്യൂ, ദെൻ എന്താണ് നമ്മുടെ സബ് ക്ലാസ്സിനെ ഇൻവോക്ക് ചെയ്യാണ്. സബ് ക്ലാസ് ഇവിടെ മൈ എക്സെപ്ഷൻ എന്നുള്ളതാണ് സബ് ക്ലാസ് ആണല്ലോ. കാരണം എക്സെപ്ഷൻ എന്ന് പറയുന്ന പാരന്റ് ക്ലാസിന്റെ ചൈൽഡ് ആണ് മൈ എക്സെപ്ഷൻ. സോ ആ ചൈൽഡ് ക്ലാസ് ആണ് ഇവിടെ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവുന്നു. അപ്പം അവിടെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് പോകുന്നുണ്ട്, നമ്പർ ഈസ് ടു സ്മോൾ എന്നുള്ളത്. അത് ആക്ച്വലി ഒരു സ്ട്രിങ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ സ്ട്രിങ് ആയിട്ട് മെസ്സേജ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിലേക്ക് ഏത് വാല്യൂ? മെസ്സേജ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഈസ് ടു സ്മോൾ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. ദെൻ സൂപ്പർ ഓഫ് മെസ്സേജ് എന്ന് പറയുന്നത്, ആക്ച്വലി ഇതെന്ന് പറയുന്നത്, സൂപ്പർ എന്ന് പറയുന്നത് ദിസ് എന്ന് പറയുന്ന മീനിങ്. അതായത് നമ്മുടെ സൂപ്പർ എന്ന് പറയുമ്പോൾ സൂപ്പർ ക്ലാസ്സിനകത്തുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യുക, അതിനുള്ള മെസ്സേജ് പാസ് ചെയ്യുന്നുള്ള മീനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ എന്ത് ചെയ്തു? നമ്മൾ ത്രോ ചെയ്തു. എന്തിനെ ത്രോ ചെയ്തു? ഇവിടെയുള്ള എക്സെപ്ഷനെയാണ് ഇവിടെ ത്രോ ചെയ്തത്, ക്യാച്ചിലേക്ക് ത്രോ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ക്യാച്ചിനകത്ത് കൊടുക്കുന്നത് നമ്മുടെ പുതിയ എക്സെപ്ഷന്റെ പേരാണ്, മൈ എക്സെപ്ഷൻ എന്നുള്ളതാണ്. അവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം ഇ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഓപ്പറേഷൻ ചെയ്യാനുള്ളത്. അതായത് നേരത്തെ ചെയ്ത സെയിം മെക്കാനിസം. നേരത്തെ എന്താണ്? അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു, ഇവിടെ മൈ എക്സെപ്ഷൻ എന്ന് പറയുന്നു. ദെൻ ജസ്റ്റ് ഒരു പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് കോട്ട് മൈ എക്സെപ്ഷൻ എന്നുള്ളത്. ദെൻ അസിസ്റ്റന്റ് ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഇ ഡോട്ട് ഗെറ്റ് മെസ്സേജ്. അത് ഇ വെച്ചിട്ട് നമ്മളൊരു ഗെറ്റ് മെസ്സേജിനെ ഗെറ്റ് ചെയ്യിക്കുകയാണ്. ഗെറ്റ് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണോ ഇവിടുത്തെ മെസ്സേജ് അതാണ് പ്രിന്റ് ചെയ്യുന്നത്. നമ്പർ ഇസ് ടു സ്മോൾ എന്നുള്ളത് പ്രിന്റ് ആവും. ഓക്കെ, ദെൻ ഫൈനലി എന്ന് പറയുന്ന കീവേഡിൽ വരും. ഫൈനലി ഓട്ടോമാറ്റിക് റൺ ആവുന്നു, ഐ ആം ഓൾവേസ് ഹിയർ എന്നുള്ളത്. ഇതാണ് ത്രോ വെച്ചിട്ടുള്ളത്. അപ്പൊ ത്രോ ശ്രദ്ധിക്കാനുള്ളത്, ത്രോ എപ്പോഴും ട്രൈ ബ്ലോക്കിനകത്താണ് മെൻഷൻ ചെയ്യാനുള്ളത് എന്നാണ്. ത്രോ ട്രൈ ബ്ലോക്കിന് അകത്താണ് മെൻഷൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താണ്? ഹാൻഡിൽ ചെയ്യാണ്. ഹാൻഡ്ലിംഗ് അല്ല, എക്സെപ്ഷൻ കണ്ടുപിടിക്കുകയാണ്. ദെൻ ക്യാച്ചിനകത്ത് വെച്ച് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു. അത് ത്രോ. ഇനി അടുത്തുള്ളതെന്ന് പറയുന്നത് ത്രോസ് ആണ്. ത്രോസ്. ഇത് ത്രോ, അടുത്തത് ത്രോസ്. അതില് ത്രോസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തേക്കുന്നത് കണ്ടോ? ജസ്റ്റ് ഒരു ഫംഗ്ഷന് ചേർന്നാണ് ത്രോസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു ത്രോസ് ആരെ ത്രോ ചെയ്യണം? അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ എല്ലാം ഓരോ എക്സെപ്ഷൻ വരുന്ന പാർട്ടുകളിൽ മാത്രമായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ? എന്നാൽ ഇങ്ങനെ മെയിൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഡിവൈഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഫുള്ളായിട്ട് വരുന്ന അരിത്തമെറ്റിക് എക്സെപ്ഷൻ എല്ലാം ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രോസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എന്താണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സെപ്ഷൻ അല്ലെങ്കിൽ ത്രോയബിൾ എന്നൊക്കെ പറയുന്ന ക്ലാസ്സസ് ആണ് കൊടുക്കാറുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന കീവേഡ് 5 തരത്തിലാണുള്ളത്: ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോ ആൻഡ് ത്രോസ് എന്ന് പറയുന്ന ഇത്രയും കീവേഡ്സ് ആണ്. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസും നമ്മൾ നോക്കി. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് കൺകറന്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ജാവയുടെ മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. കൺകറന്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മൾട്ടി ത്രെഡിംഗ്. അപ്പൊ എന്താണ് കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്നാണ് പഠിക്കാനുള്ളത്. കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്താണ്? കൺകറന്റ് പ്രോഗ്രാമിംഗ് അതായത് ജാവയിലുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 2 or more പ്രോഗ്രാംസ് അറ്റ് എ ടൈമിൽ പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പാരലൽ ആയിട്ട് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ആവുന്നതാണ് കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ആകുന്നുണ്ട്. അതിനെ കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഓക്കെ,
അപ്പം ഇത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് CPU യൂട്ടിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി കൺകറന്റ് പ്രോഗ്രാമിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൺകറന്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മൾട്ടി ത്രെഡിംഗ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ത്രെഡ്സ് അറ്റ് എ ടൈമിൽ പാരലൽ ആയിട്ട് റൺ ആകുന്നു എന്ന് മീനിങ്. അപ്പോൾ എന്താണ് ത്രെഡ് എന്ന് പഠിക്കണം. അപ്പോൾ എന്താണ് ത്രെഡ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് എന്ന് പറയുന്നത് എ പീസ് ഓഫ് കോഡ് എന്ന് പറയാം. പ്രോഗ്രാമിന്റെ ഒരു പീസ് ഓഫ് കോഡ്, പ്രോഗ്രാം കോഡാണ് എന്തെന്ന് പറയുന്നത്, ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചു, മോഡുലാർ പ്രോഗ്രാമിംഗ് പഠിച്ചു. മോഡുലാർ പ്രോഗ്രാമിംഗ്, അപ്പോൾ എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്? ഒരു വലിയ പ്രോഗ്രാമിനെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ പ്രോഗ്രാം എഴുതി റൺ ചെയ്യുന്ന രീതിയായിരുന്നു എന്ത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഓക്കെ, എന്നാൽ ഇവിടെ സെയിം ആണ് കാര്യം. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയും വലിയൊരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത് സബ് പ്രോഗ്രാംസുകളാക്കി അതിനുശേഷം അതിനെ ഒരേ സമയം കൊണ്ട് തന്നെ പാരലലായിട്ട് അത് റണ്ണ് ചെയ്യുന്നതാണ് മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ആക്ച്വലി ത്രെഡ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് കോഡാണ്. ആക്ച്വലി ഇത് ലൈറ്റ് വെയിറ്റ് പ്രോസസ് ആണെന്ന് പറയുന്നു. ഓക്കെ, യൂണിക് പ്രോപ്പർട്ടി ഓഫ് ജാവയാണ് മൾട്ടി ത്രെഡിംഗ്. അതായത് ജാവയ്ക്ക് മാത്രമുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൾട്ടി ത്രെഡിംഗ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇമേജ് നോക്ക്. ഇവിടെ 4 ത്രെഡ്സ് ആണുള്ളത്. ഒന്ന് മെയിൻ ത്രെഡ്, പിന്നെ ത്രെഡ് എ എന്ന് പറയുന്ന ഒരു ത്രെഡ്, ബി എന്ന് പറയുന്ന ത്രെഡ്, ദെൻ സി എന്ന് പറയുന്ന ത്രെഡ്. അങ്ങനെ 4 ത്രെഡ്സ് ആണുള്ളത്. ഓക്കെ, അപ്പം ഈ മെയിൻ ത്രെഡിന്റെ ജോലിയാണ് എന്ത്, ത്രെഡ് എയെയും ബിയെയും സിയെയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ആര് ചെയ്യും? ത്രെഡ് എയും ബിയും സി എന്ന് പറയുന്ന അതിന്റെ സബ് ത്രെഡുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് മെയിൻ ത്രെഡാണ്. അതിനുശേഷം മെയിൻ ത്രെഡ് എന്താ, സ്റ്റോപ്പ് ആവും. ബാക്കി എയും ബിയും സിയും റൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഒരു എയും ബിയും സിയും കണക്ട് ചെയ്തുകൊണ്ട് ആരോസ് കണ്ടോ? ഇതിനെ സ്വിച്ചിങ് എന്ന് പറയാം. അതായത് സ്വിച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എ സ്റ്റോപ്പ് ചെയ്തിട്ട്, സ്റ്റോപ്പിംഗ് അല്ല, വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബി എക്സിക്യൂട്ട് ചെയ്യാം, ബിയെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് സി ചെയ്യാം, അങ്ങനെ അങ്ങനെ. അതായത് വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള മീനിങ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ വർക്കിംഗ് നടക്കുകയാണ്, പാരലായിട്ട് വർക്കിംഗ് നടക്കുകയാണ്. ജസ്റ്റ് സ്വിച്ച് ചെയ്യും, എയും ബിയും സിയും തമ്മിൽ പരസ്പരം സ്വിച്ച് ചെയ്യിപ്പിക്കാം എന്നുള്ള മീനിങ്ങിലാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ജാവ മൾട്ടി ത്രെഡിങ് എവിടെയൊക്കെ യൂസ് ചെയ്യാം? മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഗെയിംസ് ആൻഡ് അനിമേഷൻസ്. ഗെയിംസിലും അനിമേഷൻസിലൊക്കെയാണ് നമ്മൾ ജാവയിലെ മൾട്ടി ത്രെഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗെയിംസിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ടെട്രിസ് ഗെയിം ഉണ്ട്. ടെട്രിസ് നോർമലി പഴയ നോക്കിയ ഫോണിലൊക്കെ ഉണ്ടായിരുന്നതാണ് ടെട്രിസ് എന്ന് പറയുന്ന ഗെയിം. അതായത് കുറച്ച് ബ്ലോക്കുകൾ താഴെ വരും, അത് ഒരുമിച്ച് ഒരേ ലെവലിൽ വരുമ്പോൾ അത് ബ്രേക്ക് ആവും. അതാണ് ടെട്രിസ് ഗെയിം. അപ്പം ഓരോ സമയം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഓരോ കളർ ബ്ലോക്കുകളാണ് വരുന്നത് അല്ലേ? അപ്പം ഓരോ കളർ ബ്ലോക്ക് ഓരോ ഷേപ്പാണ്. അപ്പം അതെല്ലാം ത്രെഡുകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ത്രെഡിങ് ആണ്. പാരലലായിട്ട് ചിലപ്പം ഒരാളുടെ ഫോണിൽ ഫസ്റ്റ് ലെവൽ വരുന്നതായിരിക്കില്ല അടുത്തയാളുടെ ഫോണിൽ വരുന്നത്. അങ്ങനെ 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 അതൊക്കെ ത്രെഡിങ്ങിൻ്റെ ഇതാണ്. പിന്നെ അതുപോലെ അനിമേഷൻ ഒക്കെയാണ് മൾട്ടി ത്രെഡിങ് വെച്ചുള്ള മെക്കാനിസം. ദെൻ ഇനി ത്രെഡിങ് എങ്ങനെയൊക്കെ നടത്താം? ത്രെഡിങ് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്. ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മൾട്ടി ത്രെഡിങ് ചെയ്യാം. ദെൻ ഇംപ്ലിമെന്റിങ് ദ റണ്ണബിൾ ഇന്റർഫേസ്. റണ്ണബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്തും നമുക്ക് ത്രെഡിങ് നടത്താം, മൾട്ടിപ്പിൾ ത്രെഡിങ് നടത്താം. ഓക്കെ, എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്. അപ്പം ശ്രദ്ധിക്കാനുള്ളത്, ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ് ആയതുകൊണ്ട് അതിനെ എന്തോ ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസ് ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, അത്രയേ ഉള്ളൂ. 2 രീതിയിൽ ചെയ്യാം. ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തും ചെയ്യാം, റണ്ണബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റും ചെയ്തും ചെയ്യാം. ഓക്കെ, ദെൻ എങ്ങനെ ഒരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. എങ്ങനെ ഒരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാം? Threads are implemented in the form of objects that contains a method called run. അപ്പം ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് അതിനെ ത്രെഡിന്റെ ബോഡി ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്താണ് ബോഡി ഡിഫൈൻ ചെയ്യുന്നത്. ത്രെഡിന്റെ ബോഡി ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, റൺ എന്ന് പറയുന്ന ഒരു മെത്തേഡിനകത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റണ്ണിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ത്രെഡ് എന്ന് പറയാം. കാരണം ബോഡി പാർട്ട് എല്ലാം ഇരിക്കുന്ന എവിടെയാണ്, റൺ എന്ന് പറയുന്ന മെത്തേഡിലായതുകൊണ്ടാണ് അതിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെ സ്ട്രക്ചർ ഇതാണ്. റൺ എന്ന് പറയുന്ന മെത്തേഡ് പബ്ലിക് വോയിഡ് റൺ. അപ്പം അത് റൺ എന്ന് പറയുന്ന മെത്തേഡ് പബ്ലിക് ആയിട്ടായിരിക്കണം എപ്പോഴും മെൻഷൻ ചെയ്യാനുള്ളത്. ദെൻ അതിനകത്ത് നമ്മുടെ ഈ പാർട്ടിലാണ് എന്ത് വരുന്നത്, ത്രെഡിന്റെ ബോഡി വരുന്നത്.
ഇൻവോക്ക് യൂസിങ് അനദർ മെത്തേഡ് കാൾഡ് സ്റ്റാർട്ട്. അപ്പം നമ്മൾ റണ്ണിനകത്ത് ഞാൻ പറഞ്ഞു ത്രെഡിന്റെ ബോഡി വെച്ചു, എന്നാൽ ആ റണ്ണിനെ എപ്പോഴും കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റാർട്ട്. നോർമലി നേരത്തെ എല്ലാം നമ്മൾ പ്രോഗ്രാമുകളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് റൺ എന്ന് പറഞ്ഞ് കോൾ ചെയ്താൽ എന്ത് സംഭവിക്കും? റണ്ണിന് വർക്ക് ആവുമായിരുന്നു. എന്നാൽ ത്രെഡിന്റെ കേസിലാണെങ്കിൽ റൺ എന്ന് പറഞ്ഞല്ല കോൾ ചെയ്യുന്നത്, മറിച്ച് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്താണ് ത്രെഡിന്റെ ബോഡി വരുന്നത്, റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്ത്. ഇനി റണ്ണിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഡിക്ലെയറിങ് ദ ക്ലാസ്. അപ്പൊ എങ്ങനെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നതാണ്? അതായത് മൈ ത്രെഡ് എന്ന് പറയുന്നതാണ് എന്റെ ക്ലാസ്. അത് ഞാൻ പറഞ്ഞു രണ്ട് തരത്തില് നമുക്ക് മെത്തേഡ് ഡിക്ലെയർ ചെയ്യാം. ഒന്നുകിൽ ത്രെഡ് എന്ന് പറയുന്ന അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ റണ്ണബിൾ ഇന്റർഫേസ് ചെയ്യാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ത്രെഡ് എന്ന് പറയുന്ന മെയിൻ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് മൈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ത്രെഡിന്റെ ബോഡി പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്ത് നമ്മൾ ത്രെഡിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്, ത്രെഡിന്റെ ബോഡി പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇംപ്ലിമെന്റിങ് ദ റൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് സ്റ്റാർട്ടിങ് ദ ന്യൂ ത്രെഡ്. അപ്പം ത്രെഡ് ക്രിയേറ്റ് ചെയ്യാണ്, ത്രെഡിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുവാണ്, അതായത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുവാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ റണ്ണബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, അതായത് ഇവിടെ മൈ ത്രെഡ് എന്ന് പറയുന്ന എന്റെ ക്ലാസ്സിൽ ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എ ത്രെഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ ത്രെഡ് വന്നിട്ട് ഏത് സ്റ്റേറ്റിലാക്കി? റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറി. ത്രെഡ് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറി. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ ഒരു സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു, റണ്ണബിൾ സ്റ്റേറ്റ്. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഓർമ്മിക്കുക, നമ്മളൊരു ക്ലാസ് മൈ ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എ ത്രെഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പൊ അത് നമ്മുടെ ത്രെഡ് എന്ത് ചെയ്തു? റണ്ണബിൾ സ്റ്റേറ്റിലേക്കായി. ദെൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പറഞ്ഞു. അതിനർത്ഥം ഞാൻ പറഞ്ഞു, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇൻവോക്ക് ആവുന്നതെന്ന് പറയും. അപ്പൊ ഇൻവോക്സ് ദ റൺ മെത്തേഡ്. അപ്പം എന്ത് ചെയ്തു? ത്രെഡ് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറി. അപ്പൊ ഞാൻ ഇവിടെ രണ്ട് സ്റ്റേറ്റ് ആണ് പറഞ്ഞു, ഒന്ന് റണ്ണബിൾ സ്റ്റേറ്റും വേറൊന്ന് റണ്ണിങ് സ്റ്റേറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റ് ഒക്കെ എന്താണെന്ന് പറയാം. അപ്പൊ നമ്മൾ ആ ഒരു പ്രൊസീജിയർ നോക്കുക. പ്രോഗ്രാമിൽ ഫസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, മൈ ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ്. ആ ക്ലാസ് എന്ത് ചെയ്തു? ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തായിട്ട് കൊടുക്കും. ദെൻ റൺ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചുകൊണ്ട് ത്രെഡിന്റെ ബോഡി ഡിഫൈൻ ചെയ്യണം. അതായത് ത്രെഡിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു റണ്ണിനകത്ത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ? ഈ ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്ത് വിടുകയാണ്. സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് ഉദ്ദേശിക്കുന്ന റണ്ണബിൾ റെഡിയാക്കി വെക്കുന്നു ആദ്യം. അത് ജസ്റ്റ് ആ ഒബ്ജക്റ്റിന്റെ എ ത്രെഡ് എന്ന് പറഞ്ഞ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് റണ്ണബിൾ സ്റ്റേറ്റിലാക്കി. ദെൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ട് അതിന് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറ്റി. ഇത്രയൊക്കെയാണല്ലോ. ഇത്രയാണ് അതിന്റെ ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഓപ്പറേഷൻസ്. ഇനി ലൈഫ് സൈക്കിൾ ഓഫ് എ ത്രെഡ്. ഞാൻ ആ സ്റ്റേറ്റ് പറഞ്ഞില്ലേ, റണ്ണബിൾ എന്നും റണ്ണിങ് എന്നും ഉള്ള സ്റ്റേറ്റ്. അപ്പം ഇതുപോലെ ത്രെഡിന് ഡിഫറെന്റ് സ്റ്റേറ്റുകളുണ്ട്. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഈ ത്രെഡുകൾ ഓരോ സ്റ്റേറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ 5 സ്റ്റേറ്റ് ആണ് മെയിൻ ആയിട്ട് ത്രെഡിനുള്ളത്. 5 സ്റ്റേറ്റ്. ഒന്ന് ന്യൂ, പിന്നെ റണ്ണബിൾ, റണ്ണിങ്, വെയിറ്റിംഗ്, ഡെഡ്. അങ്ങനെ 5 സ്റ്റേറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ന്യൂ സ്റ്റേറ്റ് ആണ്. ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴാണോ ത്രെഡ് ക്രിയേറ്റ് ആവുന്നത്, അതായത് ത്രെഡിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ന്യൂ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, എന്നിട്ട് എപ്പോഴാണോ അതിൽ സ്റ്റാർട്ട് എന്ന ഫംഗ്ഷൻ വിളിക്കുന്നത് ആ സമയത്ത് അത് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ റണ്ണാകും, റണ്ണിങ് സ്റ്റേറ്റിലേക്കാവും. ഓക്കെ, അതായത് ന്യൂ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു, മൈ ത്രെഡ്, എ ത്രെഡ് എന്നുള്ളത്. അപ്പോഴും ന്യൂ സ്റ്റേറ്റ് ആണ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് ആകും, എന്നിട്ട് റൺ ഇൻവോക്ക് ആകുന്ന സമയത്ത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ ആണല്ലോ. ദെൻ 2 സ്റ്റേറ്റുകൾ കൂടെ ഉണ്ട്, ഡെഡ് ആൻഡ് വെയിറ്റ്. ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ത്രെഡ് സ്റ്റോപ്പ്, എൻഡ് ആയി എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ് ആണ് ഡെഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പം ഈ ഡെഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കും? നമ്മൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ആ ത്രെഡിനെ, അതായത് എ ത്രെഡ് ഡോട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് എൻഡ്, അതായത് മരിച്ചു എന്നാണ് മീനിങ്, ഡെഡ് ആയി. ഇനി ആ ത്രെഡ് വർക്ക് ആവത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ ത്രെഡിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഇനി വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് കുറച്ച് നേരത്തേക്ക് അത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് അത് വർക്ക് ചെയ്യാം. അതാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന 3 ഫംഗ്ഷൻസ് ഉണ്ട്. 2 ഇവിടെ എഴുതിയിട്ടുള്ളൂ, സ്ലീപ്പ്, വെയിറ്റ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, സസ്പെൻഡ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ, സസ്പെൻഡ്. ഓക്കെ, സസ്പെൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. സ്ലീപ്പ്, വെയിറ്റ്, സസ്പെൻഡ്. ഓക്കെ, അതായത് സ്ലീപ്പ് എന്ന് പറയുന്നത്
കുറച്ച് സമയത്ത് സ്ലീപ്പ് ഈ ബ്രാക്കറ്റ് ഫംഗ്ഷനകത്ത് നമ്മളിപ്പോൾ 1000 എന്ന് കൊടുത്താൽ 1000 സെക്കൻഡ് വരെ നമ്മുടെ ഈ ത്രെഡ് സ്ലീപ്പിലായിരിക്കും, ഉറങ്ങിയിരിക്കും. ജസ്റ്റ് നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ സ്ലീപ്പിൽ ഇടൂലേ, ഒന്നും ചെയ്യാത്ത അവസ്ഥ, ആ സ്ലീപ്പ് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ വെയിറ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു പുതിയ കണ്ടീഷൻ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയുന്നത് വരെ നമ്മുടെ ത്രെഡ് സ്ലീപ്പിംഗ് സ്റ്റേറ്റിലായിരിക്കും അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും. വെയിറ്റ് എന്തെങ്കിലും കണ്ടീഷൻ, വെയിറ്റ് ഇഫ് ഇന്ന കണ്ടീഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അത് വെയിറ്റിംഗ് സ്റ്റേറ്റ്. ദെൻ സസ്പെൻഡ് ആണ് പറയുന്നതെങ്കിൽ പുതിയൊരു അഡീഷണൽ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ ഈ ത്രെഡ് സസ്പെൻഡിലായിരിക്കും, അതായത് വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, then അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് കൊടുക്കാം. അതാണ് ഈ ആരോ കാണിക്കുന്ന. റണ്ണിങ്ങിൽ നിന്ന് ഡയറക്റ്റ് ഡെഡിലേക്ക് മാറാം, വെയിറ്റിംഗിൽ നിന്നും ഡെഡിലേക്ക് മാറാം എന്നുള്ളതാണ് ഈ ആരോ കാണിക്കുന്നത്. ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്. അതായത് എത്രയാണ്, 5 സ്റ്റേജുകളിലൂടെയാണ് ഒരു ത്രെഡ് കടന്നു പോകുന്നത്. ന്യൂ, റണ്ണബിള്, റണ്ണിങ്, വെയിറ്റിംഗ്, ഡെഡ്. അപ്പൊ നമ്മൾ എത്ര ഫങ്ഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ, സ്ലീപ്പ്, വെയിറ്റ്, സസ്പെൻഡ്, സ്റ്റോപ്പ്, അങ്ങനെ 6 ഫങ്ഷൻസ് പറയുന്നത്. ഇനിയും വേറെയും കുറെ ഫങ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് 6 ഫങ്ഷൻസ് ആണ്. ഒന്നുകൂടെ പറയാം, 5 സ്റ്റേജും 6 ഫങ്ഷനും ഞാൻ പറഞ്ഞു. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സ്റ്റാർട്ട് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ത്രെഡ് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ റൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഡെഡ് ആവും, അതായത് സ്റ്റോപ്പ് ആവും, എൻഡ് ആവും, നമ്മുടെ ത്രെഡ് എൻഡിങ് സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ സ്ലീപ്പ്, വെയിറ്റ്, സസ്പെൻഡ് 3 വിളിച്ചാലും നമ്മുടെ ത്രെഡ് ഏത് സ്റ്റേറ്റിലേക്ക് മാറും, വെയിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇത്രയാണ് ലൈഫ് സൈക്കിൾ ഓഫ് എ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലീപ്പ്, വെയിറ്റ്, സസ്പെൻഡ്. ഇനി ഞാൻ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റേറ്റുകൾ, അതിൽ ഒരു എന്താണ് ടൈംഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, വെയിറ്റ് ചെയ്യാൻ ഞാൻ സ്ലീപ്പും സസ്പെൻഡും ഒക്കെ പറഞ്ഞില്ല, അത് തന്നെ കാര്യം. നോക്കാം. അതിൽ ഫസ്റ്റത്തെ കീവേഡ് ആണ് ന്യൂ എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ന്യൂ എന്ന് പറഞ്ഞാൽ എ ന്യൂ ത്രെഡ് ബിഗിൻസ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഇൻ ദ ന്യൂ സ്റ്റേറ്റ്. ഇറ്റ് റിമെയിൻസ് ഇൻ ദി സ്റ്റേറ്റ് അണ്ടിൽ ദ പ്രോഗ്രാം സ്റ്റാർട്ട് ദ ത്രെഡ്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് എ ബോൺസ് ത്രെഡ്. ഓക്കെ, ന്യൂ എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ, അതായത് ത്രെഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ന്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബോൺ ത്രെഡ് എന്നും കൂടെ പറയാം. ഇവിടെ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ അത് ന്യൂ സ്റ്റേറ്റിലായിട്ട് തുടരും. ഓക്കെ, ദെൻ റണ്ണബിൾ സ്റ്റേറ്റ്, അതായത് എന്താണ്, ആഫ്റ്റർ എ ന്യൂലി ബോൺ ത്രെഡ് ഈസ് സ്റ്റാർട്ടഡ് ദ ത്രെഡ് ബിക്കംസ് റണ്ണബിൾ. ഓക്കെ ആണല്ലോ, അതായത് നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് കൊടുക്കുന്നത് ആ സമയത്ത് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ത്രെഡ് മാറും. എ ത്രെഡ് ഇൻ ദി സ്റ്റേറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എക്സിക്യൂട്ടിംഗ് ഇറ്റ്സ് ടാസ്ക്. അപ്പം അത് എക്സിക്യൂട്ടിങ്ങിന് റെഡിയാണ് എന്ന് കാണിക്കാനാണ് റണ്ണബിൾ എന്ന് പറയുന്നത്. അടുത്ത റണ്ണിങ് സ്റ്റേറ്റ് ആണ്. റണ്ണിങ് സ്റ്റേറ്റ് റണ്ണബിൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേറ്റ് ആണ്, അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ വെയിറ്റിംഗ് സ്റ്റേറ്റ് ആണ്. വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു ടൈം ലിമിറ്റ് കൊടുത്ത് നമ്മുടെ ത്രെഡിനെ വെയിറ്റ് ചെയ്യാൻ വയ്പ്പിക്കുന്നതാണ്. സ്ലീപ്പ് ഉണ്ട്, പിന്നെ സസ്പെൻഡ് ഉണ്ട്, പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ടൈംഡ് വെയിറ്റിംഗ് കൊണ്ടും കൂടെ പറയുന്നത്. ദെൻ ടെർമിനേറ്റഡ്, അതായത് ഡെഡ് സ്റ്റേറ്റ്. ഒരു ത്രെഡ് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. അതായത് ടെർമിനേറ്റ് ചെയ്തു, അതായത് അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കും. ത്രെഡിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ആയി എന്നുള്ളതാണ് ഡെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ എന്താ ത്രെഡിന്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ പ്രോഗ്രാം. ഇവിടെ എത്ര ക്ലാസ്സസ് ഉണ്ട്? 4 ക്ലാസ്സസ് ആണുള്ളത്. ഒരു മെയിൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ത്രെഡ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ക്ലാസ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് സിയും ബിയും എയും എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ്സുകളെല്ലാം ത്രെഡ് എന്ന് പറയുന്ന മെയിൻ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരികയാണ്. അതായത് ഇവിടെ പാരന്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ് ആക്ച്വലി എന്താണ്, ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലാസ് ആണ്. അതൊരു പാക്കേജിനകത്തുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് പാർട്ടിൽ ഈ ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കണം, എങ്കിലേ എറർ ഇല്ലാതെ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ദെൻ എന്താ മെയിൻ ക്ലാസ് എന്ന് പറയുന്ന ത്രെഡ് ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് എന്ന് പറയുന്നത് ത്രെഡ് ടെസ്റ്റ് ഡോട്ട് ജാവ എന്നാണ്, കാരണം മെയിൻ മെത്തേഡ്. ഓക്കെ ആണല്ലോ, ശരി. ഇവിടെ ന്യൂ എ, ന്യൂ ബി, ന്യൂ സി എന്ന് പറഞ്ഞ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ശ്രദ്ധിക്കാനുള്ള, നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റ് വെച്ച് ക്ലാസ്സുകളെ വിളിക്കുകയായിരുന്നു അല്ലേ. എന്നാൽ നമുക്ക് പ്രോഗ്രാമിനെ ഇങ്ങനെയും എഴുതാം. നമ്മൾ സാധാരണ ഒബ്ജക്റ്റ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ
ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് എ എന്ന് പറയുന്നത്, സ്മോൾ എ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും, ഇൻവോക്ക് ചെയ്യും, ആ ക്ലാസ്സിനെ ഇൻവോക്ക് ചെയ്യും. അപ്പൊ ന്യൂ എന്താണ്, എ എന്ന് പറയുന്നതാണ് ക്ലാസ് അല്ലേ, അപ്പൊ അത് ഇൻവോക്ക് ആയി. അതുപോലെ ബി എന്ന് പറയുന്ന ക്ലാസ്സിന് സ്മോൾ ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആ ന്യൂ ഇൻവോക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ സി എന്ന് പറയുന്നത് അതുപോലെ ക്ലാസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കും, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് എഴുതിയിട്ടില്ല എന്നുള്ളത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഇൻവോക്ക് ചെയ്തൊക്കെയാണ് ന്യൂ എ, ന്യൂ ബി, ന്യൂ സി, അത്ര എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് ഡയറക്റ്റ് ഡോട്ട് സ്റ്റാർട്ട്, നമ്മൾ അല്ലാതെ എന്ത് ചെയ്തുമായിരുന്നു, എ ഡോട്ട് സ്റ്റാർട്ട്, ബി ഡോട്ട് സ്റ്റാർട്ട്, സി ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് എഴുതാമായിരുന്നു. ഇത് ഡയറക്റ്റ് അങ്ങ് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. രണ്ടും ശരിയാണ്, രണ്ട് രീതിയിലും എഴുതാം പ്രോഗ്രാമിൽ, രണ്ടും ഓക്കെയാണ്. ഓക്കെ, ശരി. ഇവിടെ ന്യൂ എ എന്ന് പറഞ്ഞിട്ട് ആ എ എന്ന് പറഞ്ഞ ഇൻവോക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഒരു ത്രെഡ് ക്രിയേറ്റ് ആയി. ആ ത്രെഡിൽ എന്ത് ചെയ്തു, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ കൊടുത്തു, സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ത്രെഡ് വന്നിട്ട് ന്യൂ സ്റ്റേറ്റിലേക്ക് മാറും. ത്രെഡ് വന്നിട്ട് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ എയും ബിയും സിയുടെയും ത്രെഡുകൾ, അവിടെയുള്ള ആ ത്രെഡുകളെല്ലാം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വിടുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് വിടുന്നതെന്ന് വെച്ചാൽ മീനിങ് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറി. അതിനുശേഷം എന്ത് ചെയ്യും, ഇത് ഒരു മെയിൻ ത്രെഡാണ്. ആക്ച്വലി ഇവിടെ 4 ത്രെഡ്സ് ആണുള്ളത്. ഇത് ഒരു മെയിൻ ത്രെഡ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ബാക്കിയുള്ള 3 ത്രെഡ്സ്. അപ്പോൾ 3 ത്രെഡ് എയും ബിയുടെയും സിയുടെയും ഒക്കെ ത്രെഡ്സ് റണ്ണായി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ മെയിൻ ത്രെഡ് ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകും. അതിനുശേഷം ഈ എയും ബിയും സിക്കകത്തുള്ള ത്രെഡുകൾ ഓട്ടോമാറ്റിക്കലി റൺ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ റൺ എന്ന് പറയുന്ന ഫംഗ്ഷനകത്തുള്ളത് ഇത് ഒരു ത്രെഡാണ്, ഈ റൺ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിലുള്ള വേറൊരു ത്രെഡ്, അങ്ങനെ 3 ത്രെഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരുപോലെ കിട്ടണമെന്നില്ല. കാരണം ഇത് കൺകറന്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ത്രെഡുകൾ കൺകറന്റ് എക്സിക്യൂഷൻ നടക്കുകയാണ്. അപ്പം ഓരോ സമയത്തും ഏതാണ് ആദ്യം കിട്ടുന്നത് അതനുസരിച്ചാണ് ഔട്ട്പുട്ട് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ആ പ്രോഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആദ്യം ത്രെഡ് എയിലെ വാല്യൂ 1 ആവുന്നു, 2 ആവുന്നു, പിന്നെ ബി ഇൻവോക്ക് ആവും, സി അങ്ങനെ മാറിയാണ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെയിം പ്രോഗ്രാം തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് റൺ ചെയ്താൽ ഇതേ ഔട്ട്പുട്ട് തന്നെ കിട്ടണമെന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ് ത്രെഡിന്റെ പ്രയോറിറ്റീസ് പറയാണ്. അതായത് ഞാൻ ഈ പറഞ്ഞില്ലേ, അപ്പൊ ത്രെഡുകൾ ഓരോ സമയം ഓരോ ത്രെഡുകളായിരിക്കും റണ്ണായി ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം എന്നാൽ അതിനൊരു പ്രയോറിറ്റി കൊടുക്കാം, ത്രെഡുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഈ ത്രെഡ് ആദ്യം റൺ ചെയ്യണം എന്നുള്ള പ്രയോറിറ്റി അങ്ങനെ കൊടുക്കുന്നതാണ് ഈ 3 പേരിൽ അറിയപ്പെടുന്നു: മിനിമം പ്രയോറിറ്റി, മാക്സിമം പ്രയോറിറ്റി, നോർമൽ പ്രയോറിറ്റി. അപ്പൊ ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആദ്യം പ്രിന്റ് ചെയ്യണമെന്നുള്ള പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ത്രെഡിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ത്രെഡ് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇനി റണ്ണബിൾ ഇന്റർഫേസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അടുത്തത്, ഇംപ്ലിമെന്റിംഗ് ദ റണ്ണബിൾ ഇന്റർഫേസ്. അപ്പൊ റണ്ണബിൾ ഇന്റർഫേസ് വെച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതിപ്പോ ഇതില് ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം റൺ എന്ന് പറയുന്ന മെത്തേഡിനകത്തായിരിക്കും നമ്മൾ ത്രെഡിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് യു വിൽ ഇൻസ്റ്റാൻഷിയേറ്റ് എ ത്രെഡ് ഒബ്ജക്ട് യൂസിങ് ഫോളോയിങ് കൺസ്ട്രക്ടർ. ദെൻ അത് ഞാൻ പറഞ്ഞുതരാം, പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Once a thread object is created, you can start it by calling start method, which execute the call to run method following the simple syntax of start method. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ റണ്ണബിൾ ഇന്റർഫേസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ്, റണ്ണബിൾ ഇന്റർഫേസ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു സിമ്പിൾ പ്രോഗ്രാം ഞാനത് സ്ലൈഡ് ഞാൻ സെൻഡ് ചെയ്തേക്കാം. ജസ്റ്റ് ഇപ്പോഴാദ്യം ഇതൊന്ന് ഞാൻ പറയാം. ഇവിടെ ത്രെഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര ക്ലാസ്സസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഇതൊരു ക്ലാസ് അല്ലേ, ക്ലാസ് റണ്ണബിൾ ഡെമോ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ദെൻ ടെസ്റ്റ് ത്രെഡ് എന്ന് പറയുന്ന വേറൊരു ക്ലാസ് ആണ്. അതിൽ റണ്ണബിൾ ഡെമോ എന്ന് പറയുന്ന ക്ലാസ് റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ ആണല്ലോ. ദെൻ
ഇവിടെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് ഏതാണ്? ടെസ്റ്റ് ത്രെഡ് ആണ്. അത് ജസ്റ്റ് നമ്മുടെ ത്രെഡുകളെ ഇൻവോക്ക് ചെയ്തതിന് ശേഷം ഡെഡ് ആവും, ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഇവിടെ റണ്ണബിൾ ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിന് R1 എന്ന് പറയുന്ന ഒരു എന്താണ് R1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ആ ക്ലാസ് ഇൻവോക്ക് ആവുന്നു. ഇൻവോക്ക് ആകുമ്പോൾ എന്താ കറസ്പോണ്ടിങ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് 1 എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ഇവിടെ പാസ് ചെയ്യുന്നത്. ഇത് കൺസ്ട്രക്ടർ ആണ്. ഓക്കെ, റണ്ണബിൾ ഡെമോ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ ആണ്. ആ സ്ട്രിങ് നെയിം എന്ന് പറയുന്ന നെയിം ഇൻവോക്ക് ആവും. ദെൻ ആ നെയിം ത്രെഡ് 1 എന്നുള്ള ത്രെഡ് നെയിം എന്ന് പറയുന്ന പേരിലേക്ക് മാറും. ദെൻ അതിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ത് സംഭവിക്കും? ത്രെഡ് നെയിം ത്രെഡ് 1 എന്നുള്ളത് പ്രിന്റ് ആവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആയി. ദെൻ വീണ്ടും ആ കൺട്രോൾ തിരിച്ച് ഇവിടെ വരുന്നു, നമ്മുടെ മെയിൻ ത്രെഡിലേക്ക് വരുന്നു. R1 ഡോട്ട് സ്റ്റാർട്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റത്തെ നമ്മുടെ പ്രോഗ്രാം റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറി സ്റ്റാർട്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറി. ഓക്കെ ആണല്ലോ. ദെൻ റണ്ണബിൾ R2 എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാണ്. R2 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ത്രെഡ് 2 ആണ് പാസ് ചെയ്യുന്നത്. സെയിം എന്താണ് റണ്ണബിൾ ഡെമോ ഇതാണ് വർക്ക് ആവുന്നത്. വർക്ക് ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഇവിടെയും ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ത്രെഡ് നെയിം എന്ന് പറഞ്ഞാൽ ത്രെഡ് നെയിം ഏതാണ്? ത്രെഡ് 2 എന്ന് പറയുന്നു. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. കണ്ടോ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് R1 ഡോട്ട് സ്റ്റാർട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മൾ R1 ഒബ്ജക്റ്റിന്റെ R1 എന്നുള്ള ഒബ്ജക്റ്റ് അപ്പൊ ആ ഫംഗ്ഷനകത്ത് ആ ക്ലാസ്സിനകത്ത് ചെക്ക് ചെയ്ത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. എന്നിട്ട് ആ സ്റ്റാർട്ടിങ് ത്രെഡ് നെയിം എന്ന് പറയുന്നത് എന്താണ്? ത്രെഡ് 1 പ്രിന്റ് ആവും. ഓക്കെ, സ്റ്റാർട്ടിങ് ത്രെഡ് 1 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് കൊടുക്കും. അതിനുശേഷം ചെക്കിംഗ് നടക്കുകയാണ്. T = നൾ ആണോ? ആണെങ്കിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ്. T എന്ന് പറയുന്ന ത്രെഡ് ഇതാണ് ത്രെഡ് T. ഇപ്പം ആദ്യത്തെ സ്റ്റേറ്റിൽ അത് നൾ ആണ്. അപ്പം എന്ത് ചെയ്യും? T = ന്യൂ ത്രെഡ് ദിസ് ത്രെഡ് നെയിം എന്ന് വരും. അതായത് എന്ത് സംഭവിക്കുകയാണ്? ന്യൂ ത്രെഡ്, ഒരു പുതിയൊരു ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ് ഇൻവോക്ക് ചെയ്യാണ്. ഇൻവോക്ക് ചെയ്തതിന് ശേഷം ത്രെഡ് ഇൻവോക്ക് ചെയ്തിട്ട് ത്രെഡ് നെയിം, അതായത് ത്രെഡ് നെയിം എന്ന് പറയുമ്പോൾ ഇവിടെ ത്രെഡ് 1 എന്നാണ് വാല്യൂ പാസ് ചെയ്യുന്നു. ദെൻ ആ T എന്ന് പറയുന്ന ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ത്രെഡിന്റെ പേര് മാറി എന്താണ് ത്രെഡായി? T എന്ന് പറയുന്ന ത്രെഡായി. ഓക്കെ, ദെൻ അവിടെ നിൽക്കുന്നു കാര്യം. ദെൻ അടുത്തതാണ് പിന്നെയാണ് R2 ഇൻവോക്ക് ആവുന്നത്. R2 ഇൻവോക്ക് ആയതിനു ശേഷം എന്ത് സംഭവിക്കും? ത്രെഡ് 2 ക്രിയേറ്റ് ചെയ്യും, അത് പ്രിന്റ് ചെയ്യുന്നു. ദെൻ R2 സ്റ്റാർട്ട് ചെയ്യാണ്. R2 സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? വീണ്ടും സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വരും, സ്റ്റാർട്ടിങ് ത്രെഡ് 2 എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ അടുത്ത കണ്ടീഷൻ നോക്കും. ഇഫ് T നൾ ആണോ? നൾ ആണോ? അല്ല, കാരണം T ഇവിടെ ഫിൽ ആയിട്ടുണ്ട്. Tയിലെ വാല്യൂ ത്രെഡ് നെയിം, അത് ത്രെഡ് 1 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പം അത് നൾ അല്ല. അപ്പം ഈ ലൂപ്പിൽ കയറുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്നതിന് ശേഷം ഇപ്പൊ രണ്ട് ത്രെഡുകളും എന്താണ്? രണ്ട് ത്രെഡുകളുടെയും സ്റ്റേറ്റ് എന്താണ്? രണ്ട് ത്രെഡുകളും ഇപ്പോഴും റണ്ണബിൾ സ്റ്റേറ്റിലാണ്. അതിനടുത്ത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പം എന്താ ആദ്യം സംഭവിക്കുന്ന ഓപ്പറേഷൻ? ആദ്യം സംഭവിക്കുന്നതല്ല, ഇത് കറണ്ട് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ത്രെഡ് ഫസ്റ്റ് ആദ്യം എന്താണ്? റണ്ണിങ് സ്റ്റേറ്റിലായി. അതിന്റെ ഓപ്പറേഷൻസ് നടക്കും. അതാണ് ഈ സ്റ്റാർട്ടിങ് ത്രെഡ് 1 എന്ന് കാണിക്കുന്നത്. എപ്പോഴാണോ ഇത് ഇവിടെ ഒരു ഫംഗ്ഷൻ കണ്ടോ? സ്ലീപ്പ് ആ ത്രെഡിനെ 50 സെക്കൻഡിലേക്ക് ത്രെഡ് സ്ലീപ്പിലേക്ക് വിടുമ്പോഴത്തേക്കും ആ സമയത്ത് അടുത്ത ത്രെഡ് റണ്ണാം. അപ്പം ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇതുപോലെ തന്നെ പ്രിന്റ് ചെയ്യണമെന്നില്ല, വേറെ രീതിയിൽ പ്രിന്റ് ചെയ്യാം. ചിലപ്പോൾ ഒരുപക്ഷെ ത്രെഡ് 2 ആദ്യം റണ്ണാവും, പിന്നെ ത്രെഡ് 1, അങ്ങനെ പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സ്വിച്ചിങ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇതൊരു ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇതിൽ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ഫംഗ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സ്റ്റാർട്ട് എന്ന് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റാർട്ടിലേക്കായിരിക്കും വരുന്നത്. എന്നിട്ട് T.start പറയുന്ന സമയത്തായിരിക്കും മറ്റേത് റൺ ആവുന്നത്. ഓക്കെ, ഇത് റണ്ണബിൾ ഇന്റർഫേസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം ആണ്. അതിൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എന്ന് പറയുന്ന സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റെപ്പ് 1 എന്താ ചെയ്യണേ? റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അതായത് ആ റണ്ണബിൾ ഇന്റർഫേസിനെ, അതിലുള്ള റിസോഴ്സസിനെ ആക്സസ് ചെയ്യുകയാണ് ക്ലാസ് X എന്ന് പറയുന്ന ക്ലാസ്. സ്റ്റെപ്പ് 2 എന്ത് സംഭവിക്കുന്നു? ത്രെഡിനെ
എന്താണ് ത്രെഡിന്റെ ബോഡി പാർട്ട് പറയുന്ന ഈ റണ്ണിനകത്താണ്. അത് സ്റ്റെപ്പ് 2. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താ, നമ്മളെ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ബോഡി അതിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂ ത്രെഡ് സ്റ്റാർട്ട് ആകുന്നത് എവിടെയാണ്, ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ത്രെഡ് എന്ത് സ്റ്റേറ്റിലേക്ക് മാറും, റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ സ്റ്റാർട്ടിങ് എന്താ ഉടനെ എന്താ മെയിൻ ത്രെഡ് ഇവിടെ വെച്ച് എൻഡ് ആവും. ഞാൻ പറഞ്ഞു നമ്മളെ ത്രെഡ് സബ് ത്രെഡിനെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മെയിൻ ത്രെഡ് ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പൊ ഇവിടെ 2 ത്രെഡ് ആണുള്ളത്, ഒന്ന് മെയിൻ ത്രെഡും പിന്നെ നമ്മുടെ സബ് ത്രെഡും. ഓക്കെ, അപ്പം മെയിൻ എന്താ ഫസ്റ്റ് പ്രിന്റ് ചെയ്യുന്നത് എൻഡ് ഓഫ് മെയിൻ ത്രെഡ് എന്നുള്ള പാർട്ട് ഫസ്റ്റ് പ്രിന്റ് ചെയ്യും. ദെൻ അതിനുശേഷമായിരിക്കും എന്താ ഇവിടുത്തെ ത്രെഡ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരേ ഒരു ത്രെഡ് ഉള്ളത് കൊണ്ട് അതൊരു ഓർഡറിൽ പോയി. ഇപ്പം മൾട്ടിപ്പിൾ ത്രെഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഇടയ്ക്കുള്ള ത്രെഡുകളെല്ലാം ഇടയ്ക്കിടയ്ക്കായിട്ട് എക്സിക്യൂട്ട് ആവുമായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ മൾട്ടി ത്രെഡിങ്. ഇത് റണ്ണബിൾ ഇന്റർഫേസ് വെച്ചിട്ടുള്ളതാണ്. അപ്പം മൊത്തം എത്ര എണ്ണമാണ്, എന്തൊക്കെയാണ് പഠിച്ചത് ത്രെഡിൽ? ഒന്ന് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന, ക്ലാസ്സിൽ നിന്ന് ഒരു ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന 2 രീതിയിൽ നമ്മൾ മൾട്ടി ത്രെഡിങ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് മൾട്ടി ത്രെഡിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം മൊത്തം നമ്മൾ ഇന്ന് നോക്കിയത് എന്തൊക്കെയാണ്, ഇന്റർഫേസ് നോക്കി, പാക്കേജ് നോക്കി, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നോക്കി, പിന്നെ റണ്ണബിൾ ഇന്റർഫേസ് നോക്കി. ഓക്കെ.